കഴിഞ്ഞ ക്ലാസ്സിൽ കണ്ട സ്ലൈഡ്സ് നമുക്കൊന്ന് പെട്ടെന്ന് ഓടിച്ച് കാണാം. നമുക്ക് കർത്താവിലേക്ക് നോക്കി പ്രാർത്ഥിക്കാം. സ്നേഹം നിറഞ്ഞ പിതാവേ, ഞങ്ങൾ ഇതിനെയും താഴ്ത്തി സമർപ്പിക്കുന്ന അവിടുത്തെ രക്തത്താലെ ഞങ്ങളെ കഴുകണ സ്നേഹത്തിൽ നിറയ്ക്കണം. കർത്താവ്, ഞങ്ങള് പഠിക്കുന്ന ഓരോന്നും കർത്താവ് അവിടുത്തെ സാന്നിധ്യത്തിൽ പഠിക്കുവാനും അത് നിത്യതയ്ക്ക് പ്രയോജനപരമായി തീർക്കണമെന്നും ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ പുനഃനാമത്തെ മോഹത്തപ്പെടുത്തിയായിട്ട് എല്ലാ യേശു കർത്താവിന്റെ വിലയേറിയ മാതിരിയുള്ള നാമത്തിൽ തന്നെ ആമേൻ. അപ്പോ സൈക്യാട്രി സൈക്കോളജി എന്താണെന്നും അതിന്റെ വിവിധ വശങ്ങള്, അതിന്റെ ന്യൂറോ അനാറ്റമി, ബ്രെയിൻ, ന്യൂറോണൽ സെൽ, ഇതിനെ കുറിച്ചൊക്കെ നമ്മൾ കഴിഞ്ഞ ആഴ്ച കണ്ടായിരുന്നല്ലോ. സിനാപ്സ്, ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ കുറിച്ച് കണ്ടു. ഡോപ്പമിൻ, സെറട്ടോണിൻ, നോറെപ്പിനെഫ്രിൻ, നോറഡ്രിനാലിൻ. പിന്നെ ലോബ്സ് ഓഫ് ദ ബ്രെയിനിനെ കുറിച്ച് നമ്മൾ കണ്ടു. ലിംബിക് സിസ്റ്റം, അങ്ങനെയൊക്കെയുള്ള ചില കാര്യങ്ങൾ നമ്മൾ പൊതുവായിട്ട്. പിന്നെ അതോടൊപ്പം തന്നെ നമ്മളുടെ ശരീരത്തിലെ ഗ്ലാൻസ്, എക്സോക്രൈൻ ഗ്ലാൻസ്, എൻഡോക്രൈൻ ഗ്ലാൻസിനെ കുറിച്ചൊക്കെ നമ്മൾ കണ്ടു. ഞാൻ ആ സ്ലൈഡ്സ് ഒന്ന് പെട്ടെന്ന് ഓടിച്ചു പോകുന്നുള്ളതേ ഉള്ളൂ. സൈക്യാട്രി, സൈക്കോളജി, പിന്നെ സൈക്കോളജിയുടെ ഡെഫിനിഷൻ, അതിൽ തന്നെ ബിഹേവിയറിന്റെ പല പല ആസ്പെക്ട്സ്, പിന്നെ കോഗ്നിഷൻ എന്നുള്ളൊരു വാക്ക് നമ്മൾ കണ്ടു. പെർസെപ്ഷൻ എന്നുള്ളൊരു വാക്ക് കണ്ടു. പിന്നെ നമ്മള് ഇല്യൂഷൻ, ഇറേഴ്സ് ഓഫ് പെർസെപ്ഷൻ, ഇതിനകത്താണ് ഇല്യൂഷനും ഹാലൂസിനേഷനും വരുന്നത്. ഇല്യൂഷൻ, ഫോൾസ് ഇന്റർപ്രിട്ടേഷൻ ഓഫ് പെർസെപ്ഷൻ. ഇല്യൂഷൻ കോമൺ ആയിട്ട് നോർമലായിട്ടും വരാം. ഹാലൂസിനേഷൻ എന്ന് പറയുമ്പോൾ അത് പതോളജിക്കലാണ്, അത് അബ്നോർമലാണ്. അത് അതിന്റെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് അതിന്റെ സീരിയസ്നെസ് വേരി ചെയ്യും. അത് സൈക്കോസിന്റെ പാർട്ടായിട്ട് വരാവുന്ന ഹാലൂസിനേഷൻ വരെ ആകാം. അപ്പൊ അതുകൊണ്ട് ഇല്ലാത്ത കാര്യങ്ങൾ ഒരാൾ കേൾക്കുകയോ കാണുകയോ ഒക്കെ ചെയ്യുമ്പോൾ അത് നമ്മൾ കുറച്ചുകൂടെ സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമാണ്. പിന്നെ ഡെല്യൂഷനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. ഡെല്യൂഷൻ ഒരു ഫോൾസ് ഫിക്സഡ് ബിലീഫ്, ഇല്ലാത്ത കാര്യങ്ങൾ അങ്ങ് ഉറച്ച് വിശ്വസിക്കുന്നു. ആരൊക്കെയോ എനിക്കെതിരായിട്ട് എന്തോ ചെയ്യുന്നു, എല്ലാവരും എന്നെ കുറിച്ച് പറയുന്നു, അല്ലെങ്കിൽ എനിക്ക് എന്തോ വലിയ വലിയ ശക്തികളുണ്ടെന്നുള്ളൊരു വിശ്വാസം, അല്ലെങ്കിൽ ഇല്ലാത്ത കാര്യങ്ങളുള്ള അതിനെക്കുറിച്ച്, അല്ലെങ്കിൽ ജീവിത പങ്കാളിയെ സംശയിക്കുന്ന ഡെല്യൂഷൻ, ഇൻഫിഡലിറ്റി, അങ്ങനെയൊക്കെയുള്ള ഈ ഡെല്യൂഷനും ഹാലൂസിനേഷനും ഒക്കെ നമ്മൾ കൗൺസിലിംഗ് കൊണ്ട് മാറുന്ന കാര്യങ്ങളല്ല. അതിന് മെഡിസിൻസ്, ആന്റിസൈക്കോട്ടിക്സ് മെഡിസിൻസ് തന്നെ വേണം എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. എസ്പെഷ്യലി കൗൺസിലിംഗ് ഫീൽഡിലുള്ളവരോട് അടുത്തായിരിക്കും ഇങ്ങനെയുള്ളവർ ആദ്യം വരുന്നത്. ചില അവർക്ക് മരുന്നെടുക്കാനുള്ള മടി കാരണം. പക്ഷെ നമുക്കറിയാം, ഒരുപാട് കൗൺസിലേഴ്സ് എൻ്റെ അടുത്തേക്ക് ഇതുപോലുള്ള പേഷ്യൻസിനെ, എസ്പെഷ്യലി ഈ സംശയരോഗം, അപ്പൊ സംശയരോഗമൊക്കെ നമ്മളുടെ വിചാരം, നമ്മളെ ലേമാന്റെ വിചാരം അതങ്ങ് കൗൺസിൽ ചെയ്തങ്ങ് മാറും. അതായത് ജീവിത പങ്കാളിയെ സംശയിക്കുന്ന, അത് ഒരു ഫോൾസ് ഫിക്സഡ് ആയിട്ട് എന്തോ ഒരു സംശയത്തിന്റെ എന്തെങ്കിലും ഒരു ചെറിയൊരു ഐഡിയാസ് തോന്നുന്നുള്ള ഒരു കാര്യമല്ല, മറിച്ച് അങ്ങ് എല്ലാത്തിനും തൊട്ടതിനും പിടിച്ചതിനും എല്ലാം ഡൗട്ട്, പിന്നെ അങ്ങ് അടിക്കാൻ ചെല്ലുന്നു, കൊല്ലാൻ ചെല്ലുന്നു, അതുപോലെയൊക്കെയുള്ള ആ സംശയരോഗം, ആ ഒരു ഫോൾസ് ഫിക്സഡ് ബിലീഫ്, അതൊക്കെ കൗൺസിലിംഗ് കൊണ്ട് മാറുന്ന കാര്യങ്ങളല്ല, മറിച്ച് അതിന് ചെറിയ ഡോസുള്ള ആന്റിസൈക്കോട്ടിക്സ് മരുന്നുകൾ കൊടുത്താൽ അതിന് ശരിയാവുന്നതേ ഉള്ളൂ. അത് ഏത് പ്രായത്തിലും വരാമെന്നുള്ളത് അതിന്റെ അത്ഭുതം. ചിലപ്പം വല്ലാതെ 80-90 വയസ്സിന് ശേഷമുള്ള വല്യപ്പന്മാരും വല്യമ്മമാരും ഒക്കെ ഈ സംശയരോഗമായിട്ട്, മക്കൾക്ക് തന്നെ ചിലപ്പോൾ അത് പറയാൻ നാണക്കേടായിരിക്കും. പക്ഷേ ഡോക്ടറെ, ഞങ്ങൾക്ക് എങ്ങനെ പറയണമെന്ന് അറിയത്തില്ല, ഇങ്ങനെയാണ് സംഭവം, അമ്മ ഈ പ്രായത്തിൽ അച്ഛന് ഭയങ്കര ഡൗട്ട് എന്ന് പറഞ്ഞപ്പോൾ അത് പലപ്പോഴും അവരുടെ അപ്പോഴത്തെ ആ ഒരു രോഗാവസ്ഥയില് ബ്രെയിനിലെ പല ന്യൂറോ കെമിക്കൽ ചേഞ്ചസ് വരുന്നത് കൊണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് പ്രായമൊന്നുമില്ല. അങ്ങനെയൊക്കെയുള്ള ചിലപ്പം ഡിലൂഷൻ ഓഫ് പ്രോസിക്യൂഷൻ, ആരൊക്കെയോ തനിക്കെതിരായിട്ട് എന്തോ ചെയ്യുന്നു, പോലീസ് വന്ന് പിടിക്കാൻ നോക്കുന്നു, ഇപ്പൊ ചുറ്റും എല്ലാം പോലീസാണ്, അല്ലെങ്കിൽ മക്കൾ നിങ്ങളാരും പുറത്തിറങ്ങരുത്, പുറത്തെല്ലാം പോലീസുകാർ നിൽക്കുന്നുണ്ട്, അല്ലെങ്കിൽ ആരൊക്കെയോ നമ്മളെ ആക്രമിക്കാൻ വരുന്നു, അവര് തലയണ എടുത്ത് കത്തി എടുത്ത് തലയണയുടെ കീഴിൽ വെക്കുന്ന പ്രവണത ഈ അടുത്തൊരു അങ്ങനെ ഒരു വലിയപ്പച്ചനെ കൊണ്ട് മക്കള് ഭാര്യയൊക്കെ വന്നത് ഓർക്കുന്നുണ്ട്. അപ്പം അതുപോലെ ഡെലൂഷൻ പ്രോസിക്യൂഷൻ, ഡെലൂഷൻ ഓഫ് റെഫറൻസ്, അതെല്ലാം ഈ ഡെലൂഷനും ഹാലൂസിനേഷനും. ഹാലൂസിനേഷൻ പറയുമ്പോൾ ഇല്ലാത്ത ശബ്ദങ്ങൾ കേൾക്കുന്നു. തന്നെ ഇരുന്ന് ചിലര് വർത്തമാനം പറയുന്നത് നമ്മൾ ചിലപ്പം ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. പണ്ടൊക്കെ, ഇപ്പോഴൊക്കെ അത്ര അങ്ങ് കോമൺ അല്ലെന്ന് തോന്നിയെങ്കിലും ഈ റോഡിലൂടെയൊക്കെ ചിലർ തന്നെ സംസാരിച്ചുകൊണ്ട് പോകുന്നു. ഇന്നത്തെ കാലത്ത് തന്നെ സംസാരിക്കുന്ന ചിലപ്പോൾ ബ്ലൂടൂത്ത് സ്പീക്കറിൽ അവര് ഇയർഫോൺ വെച്ചുകൊണ്ട് സംസാരിക്കുന്നതായിരിക്കും. അത് നമ്മൾ നോക്കണം. അല്ലെങ്കിൽ അല്ലാതെ തന്നെ ഒരാളുടെ ഇരുന്ന് സംസാരിക്കുന്നു, ചിരിക്കുന്നു. അപ്പോ നമ്മൾ ഒരിക്കലും എന്താ ഇദ്ദേഹം ഇങ്ങനെ ചെയ്യുന്നത്? പക്ഷെ അത് നമ്മൾ കേൾക്കാത്ത ചില ശബ്ദങ്ങൾ അവർ കേൾക്കുന്നതുകൊണ്ടാ
അവരതിനെ പ്രതികരിക്കുകയോ ചെയ്യുന്നത്. അതിനെ ഹാലൂസിനേറ്ററി ബിഹേവിയർ എന്ന് പറയുന്നത്. അപ്പൊ അങ്ങനെയുള്ള ഹാലൂസിനേഷനും ഡെലൂഷനും ഒക്കെ സൈക്കോസിസ്, ദേ ആർ ഔട്ട് ഓഫ് ടച്ച് വിത്ത് റിയാലിറ്റി. അവരുടെ ഒരു സാധാരണ ലോകത്തല്ല അവരുള്ളത്. അത് ഡിപ്രഷന് വേറൊരു കാറ്റഗറി ഈ സൈക്കോസിസ് എന്ന് പറയുന്നത്. ഡിപ്രഷൻ ഉള്ളവർക്കും സൈക്കോസിസ് വരാം, സൈക്കോസിസ് ഉള്ളവർക്ക് സെക്കൻഡറി ആയിട്ട് ഡിപ്രഷൻ വരാം. എന്ന രണ്ട് സിൻഡ്രോമായിട്ട് വരാവുന്ന കാര്യങ്ങളാണ്. സിൻഡ്രോം എന്ന് പറഞ്ഞാൽ രണ്ട് ക്ലസ്റ്റർ ഓഫ് സിംറ്റംസ് ആയിട്ട് വരാവുന്ന കാര്യങ്ങളാണ്. ഇറോട്ടോമിനിക് ഡെലൂഷൻ, ചിലര് ഇന്ന ആള് എന്നോട് സ്നേഹത്തിലാണ്, അല്ലെങ്കിൽ ഡെലൂഷൻ ഗിൽറ്റ്, എത്ര ദൈവത്തോട് ഏറ്റു പറഞ്ഞാലും ദൈവം പോലും ക്ഷമിക്കത്തില്ല, ഭയങ്കര കുറ്റബോധം, ഡെലൂഷൻ ഓഫ് നിഹിലിസം, ഇല്ലാത്ത അങ്ങ് എല്ലാം അങ്ങ് വളരെ പെസിമിസ്റ്റിക് ആയിട്ടെല്ലാം അങ്ങ് നശിച്ചു പോകുന്നു, ശരീരത്തിലെ അവയവങ്ങൾ പോലും അങ്ങ് നശിച്ചു പോകുന്നു, ഇല്ല അങ്ങ് റോട്ടവേ ചെയ്യുന്നു, അഴിഞ്ഞു പോകുന്നു, അഴുകി പോകുന്നു എന്നൊക്കെയുള്ള ഒരു ഡെലൂഷൻ ഓഫ് നിഹിലിസം. പിന്നെ നമ്മൾ അറ്റൻഷൻ കോൺസെൻട്രേഷന്റെ കാര്യമൊക്കെ കണ്ടു. അതിലെ തോട്ട് പ്രോസസ്സ് തന്നെ പലതരത്തിലുള്ള കാര്യവും ഒക്കെ നമ്മൾ കണ്ടു. ഫ്രീ തിങ്കിങ്, കൺട്രോൾ തിങ്കിങ്, ക്രിയേറ്റീവ് തിങ്കിങ്. പിന്നെ മെമ്മറി, നമ്മളെ ഓർമ്മിക്കുന്നതിന്റെ ആ ഒരു 3 പാർട്ട്, രജിസ്ട്രേഷൻ, റിറ്റൻഷൻ, റീകോൾ ഉള്ളൊരു കാര്യം. അത് ലേണിംഗ് ഇംപ്രൂവ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പൊതുവായിട്ട് പറയുന്ന കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ മോഡ്സ് ഓഫ് ലേണിംഗ്, ആക്റ്റീവ് ലേണിംഗ്, പാസീവ് ലേണിംഗ്, ബൈ ട്രയൽ ആൻഡ് എറർ, ബൈ ഒബ്സർവേഷൻ, ബൈ ഇൻസൈറ്റ്. പിന്നെ ലേണിംഗിന്റെ തന്നെ തിയറീസ് നമ്മളൊരു ചാർട്ട് കണ്ടായിരുന്നു. ക്ലാസിക്കൽ കണ്ടീഷനിൽ, ഓപ്പറന്റ് കണ്ടീഷനിങ്, ഒബ്സർവേഷൻ ലേണിംഗ്, ലേണിംഗ് പിരമിഡിനെ കുറിച്ചൊന്ന് കണ്ടായിരുന്നു. ഇനിയിപ്പം സ്ട്രെസ്സിന്റെ കാര്യം വന്നപ്പോഴാണ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം കൂടുതൽ സ്ട്രെസ്ഡ് ഔട്ട് ആയി പോകണ്ടല്ലോ, അങ്ങ് സെഷൻ ഒത്തിരി അങ്ങ് നീണ്ടു പോകണ്ടല്ലോ എന്ന് വെച്ചാൽ നമ്മൾ സ്ട്രെസ്സിന്റെ കാര്യം വന്നപ്പോഴത്തേക്കും പിന്നെ അടുത്ത ആഴ്ചത്തേക്ക് ഡിസ്കസ് ചെയ്യാന്ന് പറഞ്ഞപ്പം നമ്മൾ ഇവിടം വരെ എത്തിയായിരുന്നു. സ്ട്രെസ് എന്ന് പറയുമ്പോൾ ഏറ്റവും സിംപിളസ്റ്റ് ആയിട്ട് നമ്മുടെ മനസ്സിന്റെ മേലുള്ള ഒരു ഭാരം എന്ന് വേണമെങ്കിൽ സ്ട്രെസ്സിനെ നമുക്ക് സിമ്പിൾ ആയിട്ട് ഡിഫൈൻ ചെയ്യാം. നമ്മളുടെ പല പല ത്രെറ്റനിങ് സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മുടെ ബോഡിയുടെ റെസ്പോൺസ് ആണ് സ്ട്രെസ് എന്ന് പറയുന്നത്. അത് യൂസ്ട്രെസ്സും ഡിസ്ട്രെസ്സും ഒക്കെ ഉണ്ട്. നമ്മൾ പൊതുവേ സ്ട്രെസ് എന്ന് പറയുന്നത് ഡിസ്ട്രെസ്സിനെ കുറിച്ച്, വേണ്ടാത്ത തരത്തിലുള്ള സ്ട്രെസ്സിനെ കുറിച്ച് നമ്മൾ സാധാരണ സ്ട്രെസ് എന്നുള്ള വാക്കുകൊണ്ട് പറയുന്നത്. ഇപ്പം ആ ഒരു സ്ട്രെസ് ഫിസിക്കലായിട്ടുള്ള കാരണങ്ങളും ഉണ്ടാകാം. ഇപ്പം യുദ്ധം കാരണവും, സുനാമി, നിപ്പ, പ്രളയം, പല രോഗങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഫിസിക്കൽ കോസസ് കാരണം ഉണ്ടാവുന്ന ഒരു സമ്മർദ്ദമാകാം. പിന്നെ ഫിസിയോളജിക്കലായിട്ട് പോസ്റ്റ്മോർട്ടം, ഡെലിവറിക്ക് ശേഷമുള്ള ആ ഒരു സമയം സ്ത്രീകൾക്ക് പൊതുവെ കുറച്ചുകൂടെ സ്ട്രെസ് ഉള്ള ഒരു സമയം. കുഞ്ഞിനെയും കൊണ്ട് നോക്കണം, അവരുടെ ബോഡിയിലെ ഹോർമോണൽ ചേഞ്ചസ്, ഉറക്കം ശരിയാവുന്നില്ല, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. പിന്നെ മെനോപോസ്, മാസമറ നിൽക്കുന്ന ആ ഒരു സമയമാവുന്ന ആ ഒരു സമയത്തേക്ക് ഒക്കെ ആ ബോഡിയിൽ കുറച്ചുകൂടെ സ്ട്രെസ് ഉണ്ടാവുന്ന ഫിസിയോളജിക്കലായിട്ട്, അതായത് അത് ശരീരത്തിന്റെ ഒരു പ്രവർത്തനത്തിന്റെ നോർമലായിട്ടുള്ള കോഴ്സിൽ തന്നെ കുറച്ച് സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള പീരീഡ്സ് ഉണ്ടാകാം. പിന്നെ സൈക്കോളജിക്കലായിട്ട് മനസ്സിന്റെ മനസ്സിനെ അഫക്ട് ചെയ്യുന്ന രീതിയിലുള്ള പലതരത്തിലുള്ള സ്ട്രെസ് വരാം. റിലേഷൻഷിപ്പ് ലോസ്, ഫൈനാൻഷ്യൽ ലോസ്, മാരിറ്റൽ ലോസ്, പ്രസ്റ്റീജ് ലോസ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. റിലേഷൻഷിപ്പ് ലോസ് എന്ന് പറയുമ്പോൾ ഇന്ന് ഈ ലവ് അഫെയർ ബ്രേക്കണപ്പ് ആയിട്ട് ഇന്നത്തെ പിള്ളേർ പറയുന്നത് തേച്ചിട്ട് പോയി, ബ്രേക്കപ്പ് ആയി. അപ്പൊ അത് കാരണം തന്നെ പലരും സ്ട്രെസ് കാരണം ആത്മഹത്യ ചെയ്യാൻ നോക്കുന്നു, കൊല്ലാൻ നോക്കുന്നു, ചാവാൻ നോക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ലോസ് ഓഫ് റിലേഷൻഷിപ്പ്. പിന്നെ ഫൈനാൻഷ്യൽ ലോസ്, മെറ്റീരിയൽ ലോസ്, പ്രസ്റ്റീജ് ലോസ്. ആരോ നമ്മളെ കളിയാക്കി, നമ്മളുടെ ആ ഒരു പ്രസ്റ്റീജ്, റെപ്യൂട്ടേഷൻ അങ്ങ് പോയി, എന്നെ എല്ലാവരുടെയും മുമ്പിൽ വെച്ച് എനിക്ക് അപമാനം സഹിക്കേണ്ടി വന്നു, അപ്പൊ അതുകൊണ്ട് ഞാൻ ഇനി ജീവിച്ചിട്ട് കാര്യമില്ല. അപ്പൊ അങ്ങനെ സൈക്കോളജിക്കൽ ആയിട്ട് വല്ലാതെ സ്ട്രെസ്സിലോട്ട് പോകുന്നു, ഫ്രസ്ട്രേഷൻ, കോൺഫ്ലിക്ട്സ്, അങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും. പിന്നെ എങ്ങനെ ഈ സ്ട്രെസ്സിനെ കോപ്പ് ചെയ്യാം എന്നുള്ള കാര്യം, ഇത് ജസ്റ്റ് ഇത് പ്രിപ്പയർഡ് ആയിട്ടുള്ള സുശി സാറിന്റെ സ്ലൈഡ്സ് ഞാൻ അങ്ങ് ഓടിച്ചു പോവുക ചെയ്യുന്നത്. ഞാൻ തന്നെ ഇതിനെക്കുറിച്ച് സംസാരിക്കുന്ന ഒരു വീഡിയോ ഒക്കെ എന്റെ യൂട്യൂബ് ചാനലിന്റെ പ്ലേലിസ്റ്റിലകത്തുണ്ട്. ഹൗ ടു ഓവർകം സ്ട്രെസ് ആൻഡ് നെഗറ്റിവിറ്റി ഇൻ ഡെയിലി ലൈഫ് എന്ന് പറഞ്ഞാൽ ഈ അടുത്തൊരു ഇന്റർനാഷണൽ വെബിനാറിന് സംസാരിച്ച ഒരു 18 മിനിറ്റുള്ള ഒരു ചെറിയൊരു ഇംഗ്ലീഷിലുള്ള ഒരു, അത് കോഗ്നിറ്റീവ് ട്രയാങ്കിൾ ഒക്കെ വരച്ചുകൊണ്ട് അത് സിമ്പിൾ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ഇത് ഉണ്ട്. അപ്പൊ അതിന്റെ ലിങ്ക് ഒരു പക്ഷേ ഞാനത് ജോൺസൺ സാറിന് അതിന്റെ ലിങ്ക് അയച്ചേക്കാം. അപ്പം അത് സാർ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുമായിരിക്കും. എന്നെ ഗ്രൂപ്പിലോട്ട് ആഡ് ചെയ്തില്ലെന്ന് തോന്നുന്നു ഇതുവരെ. എങ്ങനെയാന്ന് വെച്ചാൽ ഞാനത് അതിന്റെ കൗൺസിലിംഗ് വീഡിയോ ലിങ്ക്സിന്റെ പ്ലേലിസ്റ്റുകൾ ഞാൻ സാറിന് അയക്കാം. സാർ അത് ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്യുമായിരിക്കും. അല്ലെങ്കിൽ എന്നെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുവാണെങ്കിൽ ഞാനത് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം.
അപ്പം വേസ് ഓഫ് കോപ്പിംഗ് വിത്ത് സ്ട്രെസ് ഒന്ന് ആ പ്രോബ്ലം അങ്ങ് ഡയറക്റ്റ് ആയിട്ട് സോൾവ് ചെയ്യാൻ നമ്മൾ ശ്രമിക്കുന്നു. മറ്റേതാണെങ്കിൽ ചിലത് നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റാത്ത ചില പ്രോബ്ലംസ് അതിൽ നിന്ന് അങ്ങ് റൺഅവേ ചെയ്യുന്ന ഒരു അവസ്ഥയായിരിക്കും, ചിലപ്പോൾ ഒരു കോംപ്രമൈസിലേക്ക് എത്തുന്ന രീതിയിൽ. അതൊരു സിംപ്ലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ബേസ് ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുക. എന്നാൽ കുറച്ചുകൂടെ പ്രാക്ടിക്കലായിട്ട് സ്പിരിച്വൽ സൈഡിൽ നിന്നൊക്കെ നമുക്ക് എങ്ങനെ നമ്മുടെ മനസ്സിന്റെ തോട്ട് പാറ്റേൺ എന്ന് റിന്യൂ ചെയ്യാം, ബിഹേവിയേഴ്സിൽ എന്തൊക്കെ മോഡിഫിക്കേഷൻസ് കൊണ്ടുവരാം, അങ്ങനെ നമ്മുടെ ഇമോഷണൽ ലെവലിൽ നമുക്ക് എത്രമാത്രം ഒന്ന് നല്ല രീതിയിലേക്ക് കൊണ്ടുവരാന്നുള്ള കാര്യമൊക്കെ ആ ഒരു യൂട്യൂബ് വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട്. പിന്നെ ഡിഫൻസ് മെക്കാനിസംസ് എന്ന് പറഞ്ഞാല് ചില സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മള് നമ്മള് പ്രവർത്തിക്കുന്ന ചില രീതികളുണ്ട്. നമ്മൾ തന്നെ ചിലപ്പോൾ അതിനെക്കുറിച്ച് അത്ര അവെയർ ആയിരിക്കത്തില്ല. ചില മെച്യൂർഡ് ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്, ഇമ്മെച്യൂർഡ് ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്, സൈക്കോട്ടിക് ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. അപ്പൊ ബാക്കിയുള്ള കോപ്പിംഗ് മെക്കാനിസംസ് ഒക്കെ ഫെയിൽ ആവുമ്പോൾ ദീസ് ഡിഫൻസ് മെക്കാനിസംസ് ആർ യൂസ്ഡ് ബൈ മോസ്റ്റ് പീപ്പിൾ. അബ്നോർമൽ ഇഫ് യൂസ്ഡ് എക്സസീവ്ലി ഓർ ടു ഫ്രീക്വന്റ്ലി, അത് എന്തൊക്കെയാണെന്ന് കാണുമ്പോൾ നമുക്ക് എന്താണെന്ന് മനസ്സിലാവും. ഹെൽപ്സ് ടു സോഫ്റ്റൻ ഫെയിലിയർ ഓർ ഷോക്ക്, ഗീവ്സ് ടൈം ടു പ്രിപ്പയർ ബെറ്റർ മെത്തേഡ്സ്. നമുക്ക് ഈ സ്ട്രെസ് ഓവർകം ചെയ്യാൻ വേണ്ടി ഡിഫൻസ് മെക്കാനിസംസ് നമുക്ക് ഒരു പരിധിവരെ നമ്മൾ സ്വാഭാവികമായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് നമുക്ക് പറയാവുന്നത്. ടൈപ്സ് ഓഫ് ഡിഫൻസ് മെക്കാനിസംസിൽ ഡിനയൽ എന്ന് പറഞ്ഞാൽ യാഥാർത്ഥ്യം അങ്ങ് അംഗീകരിക്കുന്നില്ല. ചിലർ പറയുമല്ലോ, ഇപ്പം പ്രിയപ്പെട്ട ഒരാളുടെ ഭർത്താവോ ഭാര്യയോ മരിച്ചു, പക്ഷെ ഭർത്താവ് മരിച്ചു, ഭാര്യയാണെങ്കിൽ എന്റെ ഭർത്താവ് മരിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് അങ്ങ് പെരുമാറുന്നു. ഭർത്താവ് മരിച്ചിട്ടൊന്നുമില്ല, അദ്ദേഹം ജോലിക്ക് പോയേക്കോ, തിരിച്ചു വരും. പക്ഷെ മരിച്ചു എന്ന് അംഗീകരിക്കുവാണെങ്കിൽ തനിക്ക് ആ ഒരു സ്ട്രെസ് അങ്ങ് താങ്ങാൻ പറ്റുന്നില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഡിനയലിലോട്ട് പോയേക്കുക, റിഫ്യൂസൽ ടു ആക്സെപ്റ്റ് റിയാലിറ്റി. എന്നാൽ അത് അതൊക്കെ നമ്മൾ ആ ഒരു റിയാലിറ്റിയിലേക്ക് ഇങ്ങനെ തിരിച്ചു കൊണ്ടുവരാൻ വേണ്ടി ചെറിയൊരു കൗൺസിലിങ്ങും പിന്നെ ചിലപ്പോൾ ചെറിയൊരു മെഡിസിൻസിന്റെ ഒക്കെ ഒരു റോളും ഉണ്ട്. വല്ലാതെ ഇപ്പോൾ ഉറക്കക്കുറവും വല്ലാതെ ഒരു മനസ്സിന്റെ സമ്മർദ്ദത്തിലൊക്കെ ആണെങ്കിൽ ചെറിയ ആന്റി ഡിപ്രസൻസും ലോഡേഴ്സ് ഓഫ് ആന്റിസൈക്കോട്ടിക്കും ഒക്കെ ആഡ് ചെയ്താൽ തന്നെ മനസ്സ് കുറച്ചൊന്ന് ശാന്തമായിട്ട് അവരെ നോർമൽസിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റും. പിന്നെ റാഷണലൈസേഷൻ, ഫൈൻഡ് സോഷ്യലി അക്സെപ്റ്റബിൾ റീസൺസ് ഫോർ വൺസ് ഫെയിലിയർ. സോർ ഗ്രേപ്സ്, പുളിച്ച മുന്തിരിങ്ങ ഇങ്ങനെ കിട്ടാത്ത മുന്തിരിങ്ങ പുളിക്കും എന്ന് പറയുന്നത്. ഇപ്പൊ റാഷണലൈസേഷൻ, നമ്മൾ തന്നെ എന്തായാലും നമുക്ക് ആ മുന്തിരിങ്ങ കിട്ടിയില്ല, അപ്പം പിന്നെ അത് പുളിച്ച മുന്തിരിങ്ങ, അതുകൊണ്ട് എനിക്ക് വേണ്ട എന്ന രീതിയിൽ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പല റീസൺസ് നമ്മുടെ തന്നെ പരാജയത്തിൽ നമ്മൾ അങ്ങ് കണ്ടെത്തുന്ന ഒരു, നമ്മൾ അതിനെ അങ്ങ് യുക്തീകരിക്കുന്ന ഒരു അവസ്ഥ. പിന്നെ പ്രൊജക്ഷൻ, ബാക്കിയുള്ളവരുടെ കുറ്റമാണ്. ഷിഫ്റ്റിംഗ് ദ ബ്ലെയിം ടു സംബഡി എൽസ്. മുഖം കൊള്ളത്തില്ലെങ്കിൽ കണ്ണാടിയെ കുറ്റം പറയുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഡാൻസ് കൊള്ളത്തില്ലെങ്കിൽ സ്റ്റേജിനെ കുറ്റം പറയുന്ന അവസ്ഥ എന്ന് പറയുമല്ലോ. കോമ്പൻസേഷൻ, ട്രൈങ് ടു മേക്ക് അപ്പ് ഫോർ വൺസ് ലോസ് ഓർ ഇൻഫീരിയോറിറ്റി. അതായത് തന്റെ ഇല്ലായ്മ, കുറവ്, അത് എന്നെ കോമ്പൻസേറ്റ് ചെയ്യുന്ന രീതിയിൽ വേറെ, ഇപ്പം ഒരാൾക്ക് ഒരു സ്റ്റുഡന്റിന് പഠിക്കാൻ നന്നായിട്ട് പറ്റുന്നില്ല, അപ്പൊ എന്നാൽ സ്പോർട്സിൽ കുറച്ച് ടാലന്റ് ഉണ്ട്, അപ്പം പഠിത്തത്തിന്റെ അങ്ങ് കോമ്പൻസേറ്റ് ചെയ്ത് സ്പോർട്സിൽ അങ്ങ് എക്സലന്റ് ആവുന്നു. അങ്ങനെയൊക്കെയുള്ള ഡിഫൻസ് മെക്കാനിസംസ് ഒരു പരിധിയിൽ അത് നല്ലത് തന്നെ. എന്നാൽ എക്സലിംഗ് ഇൻ സ്പോർട്സ് വിത്ത് പോർ ഇൻ സ്റ്റഡീസ്. ഷോർട്ട് പേഴ്സൺ ട്രൈ ടു ബിക്കം എ ബുള്ളി ആൻഡ് ആക്ടിങ് ടഫ്. ഒരാൾക്ക് നീളമില്ല, അപ്പൊ അതുകൊണ്ട് ബാക്കിയുള്ള നീളമുള്ളവരോട് പിടിച്ചു നിൽക്കാൻ വേണ്ടി പുള്ളി അങ്ങ് ഭയങ്കര ടഫായിട്ട് ആക്ട് ചെയ്ത് മറ്റുള്ളവരെയും ബുള്ളി ചെയ്യാൻ നോക്കുന്നു, റാഗ് ചെയ്യാൻ നോക്കുന്നു, മറ്റുള്ളവരെയും കളിയാക്കാൻ നോക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ചില അവസ്ഥകൾ കോമ്പൻസേറ്റ് ചെയ്യുന്ന തരത്തിലുള്ള. പിന്നെ റിപ്രഷൻ, മൂവിങ് അൺപ്ലസന്റ് ഇമോഷൻസ് ടു അൺകോൺഷ്യസ് മൈൻഡ്. അതായത് നമുക്ക് ചില ഇമോഷൻസ് അങ്ങ് സ്ട്രെസ് അങ്ങ് താങ്ങാൻ പറ്റുന്നില്ല, അപ്പം നമുക്ക് ആ ഒരു ഓർമ്മയെ അങ്ങ് ഇല്ലാതാവുന്ന രീതിയിൽ, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടില്ലാത്ത രീതിയിൽ അങ്ങ് പെരുമാറുന്ന അങ്ങനെയുള്ള ഓർമ്മകൾ, നമുക്ക് സ്ട്രെസ് തരുന്ന ഓർമ്മകൾ. ഇപ്പൊ ഒരു ആക്സിഡന്റ് നമ്മൾ കണ്ടു, അപ്പൊ അത് ആ ഒരു സംഭവമേ നമ്മുടെ മനസ്സിൽ അങ്ങ് അതങ്ങ് അൺകോൺഷ്യസ് ആയിട്ട് ഓർമ്മയുടെ തലത്തിൽ നിന്ന് അങ്ങ് മാഞ്ഞു പോകുന്ന രീതിയിൽ ഒരു റിപ്രഷൻ, ഒരു ഡിഫൻസ് മെക്കാനിസം ആയിട്ട് ഒരു സമയത്തേക്കൊക്കെ വന്നേക്കാം. ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുമ്പോൾ അങ്ങാടി തോറ്റിന് അമ്മയുടെ നെഞ്ചത്തെന്ന് പറയുന്ന ആ ഒരു പഴമൊഴി. അതായത് നമുക്ക് അങ്ങാടിയിൽ തോറ്റു, അതുകൊണ്ട് ആ ദേഷ്യം അങ്ങാടി തീർക്കാൻ പറ്റുന്നില്ല, അത് അമ്മയുടെ അടുത്ത് വന്ന് തീർക്കുന്നു. ഷോയിങ് ദി ഇമോഷൻ ടു അനദർ അൺറിലേറ്റഡ് പേഴ്സൺ ഓർ ഒബ്ജക്റ്റ്. ഇപ്പം ക്ലാസ്സിൽ വന്ന് ടീച്ചർ വന്ന് ഭയങ്കരമായിട്ട് ഷൗട്ട് ചെയ്യുക, ടീച്ചറിന് കൊച്ചുങ്ങളോടായിരിക്കത്തില്ല യഥാർത്ഥത്തിൽ ദേഷ്യം, മറിച്ച് ടീച്ചറിന് വീട്ടിലുള്ള എന്തെങ്കിലും പ്രശ്നമായിരിക്കും കൊച്ചുങ്ങളോട് വന്ന് തീർക്കുന്നത്. ഇപ്പൊ ചൈൽഡ് പണിഷിങ് എ ഡോൾ, കൊച്ചിന് വല്ലാതെ ദേഷ്യം വരുന്നത് അത് എന്റെ കളിപ്പാട്ടത്തെ ഇട്ടടിക്കും.
സബ്ലിമേഷൻ, റീഡയറക്ട്. സബ്ലിമേഷൻ എന്ന് പറയുമ്പോൾ കുറച്ചുകൂടി ഒരു മെച്യൂർ ഡിഫൻസ് മെക്കാനിസമായിട്ട് കരുതുന്ന ഒരു കാര്യമാണ്. അവിടെ റീഡയറക്ടിങ് വൺസ് എനർജി ടു സോഷ്യലി അക്സെപ്റ്റബിൾ ആക്ടിവിറ്റീസ്. കുറച്ചുകൂടി ഇപ്പം ഒരുപാട് വയലന്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി, ഭയങ്കര വയലൻസും അഗ്രഷനും അങ്ങനെയൊക്കെയുള്ള ആള് കുറച്ചുകൂടെ സ്പോർട്സ് ആക്ടിവിറ്റീസ്, കുറച്ചുകൂടെ അതുപോലെ എന്തെങ്കിലും വല്ല ജിംനേഷ്യോ അല്ലെങ്കിൽ ഭയങ്കര ബോക്സിങ്ങോ അതുപോലുള്ള കാര്യങ്ങളിലേക്ക്, സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസിലേക്ക് അവരുടെ എനർജി അങ്ങ് തിരിച്ചു വിടുന്നു. അല്ലെങ്കിൽ അവരങ്ങ് വല്ലാതെ വയലന്റ് ആയിട്ട് വേറെ ആൾക്കാരെ ഇടിക്കുന്ന തരത്തിലോട്ട് പോകും. അപ്പം അതുകൊണ്ട് അവര് കുറച്ചുകൂടെ സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള പല കാര്യങ്ങളിലേക്ക് അവരുടെ എനർജി റീഡയറക്ട് ചെയ്യുന്ന ഒരു കാര്യം. അപ്പം അവർ കുറച്ച് ഡിഫൻസ് മെക്കാനിസംസ്, ഇതിൽ കൂടുതൽ ഡിഫൻസ് മെക്കാനിസംസ് ഉണ്ട്. ഇതിന്റെ ഒരു ഓവറോൾ ഒരു പിക്ചർ ഇതിനകത്ത് നൽകി എന്നുള്ളതേ ഉള്ളൂ. പിന്നെ മൂഡ് ഡിസോർഡേഴ്സ്, മനസ്സിന്റെ ആരോഗ്യ പ്രശ്നങ്ങളിലെ ഒരു കാറ്റഗറിയാണ് ഈ മൂഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുന്നത്. അപ്പം മൂഡ് ഡിസോർഡേഴ്സിൽ ഡിപ്രസീവ് ഡിസോർഡർ ഉണ്ട്, ബൈപോളാർ ഡിസോർഡർ ഉണ്ട്. അപ്പോൾ അതില് ഉള്ള മൂഡ് ഡിസോർഡേഴ്സിനെ കുറിച്ചുള്ള പൊതുവായിട്ടുള്ള ചില കാര്യങ്ങൾ പറയുവാണെങ്കിൽ, ഇവാലുവേഷൻ ഓഫ് ദ സിറ്റുവേഷൻസ് ഡിസൈഡ്സ് ദ മൂഡ് ആൻഡ് ബിഹേവിയർ. ആ ഒരു സിറ്റുവേഷൻ നമ്മൾ ഇവാലുവേറ്റ് ചെയ്താണ് അവരുടെ മൂഡ് സ്റ്റേറ്റ് എങ്ങനെയാണ്, അവര് ഏത് തരത്തിലുള്ള ഒരു ബിഹേവിയർ ആണ് ഇപ്പൊ മാനിഫെസ്റ്റ് ചെയ്യുന്നത് എന്നുള്ളൊരു കാര്യം നമ്മൾ മനസ്സിലാക്കണ്ടേ. The mood disorder is a term widely applied to a range of conditions where the most prominent symptom is either elevation or depression of mood. It is also called affective disorder. കഴിഞ്ഞ പ്രാവശ്യം നമ്മളത് പറഞ്ഞായിരുന്നു. അഫക്റ്റ് എന്നുള്ളൊരു വാക്ക് നമ്മള് സൈക്യാട്രിയിൽ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ആ ഒരു മൂഡിന്റെ ഒരു ക്രോസ് സെക്ഷനെയാണ് അഫക്റ്റ് എന്ന് പറയുന്നത്. അത് അഫക്റ്റീവ് ഡിസോർഡേഴ്സ്. മൂഡ് ഡിസോർഡറിന്റെ വേറൊരു പേരാണ് അഫക്റ്റീവ് ഡിസോർഡേഴ്സ്. ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ, BPAD, ബൈപോളർ ഡിസോർഡർ അല്ലെങ്കിൽ ബൈപോളർ അഫക്റ്റീവ് ഡിസോർഡർ എന്ന് പറയാൻ കാരണം അതാണ്. ഇപ്പൊ മൂഡ് ഡിസോർഡറിന്റെ പ്രോമിനന്റ് സിംറ്റം വേറെ പല റേഞ്ച് ഓഫ് കണ്ടീഷൻസ് ഉണ്ട്. എന്നാൽ അതിന്റെ പ്രോമിനന്റ് സിംറ്റം ഒന്നുകിൽ എലിവേഷൻ ഓഫ് മൂഡ്, എലിവേഷൻ ഓഫ് മൂഡിനെ നമ്മൾ മേനിയ എന്ന് പറയുന്നത്. പിന്നെ ഡിപ്രഷൻ ഓഫ് മൂഡ്, വിഷാദ രോഗത്തിന്റെ അവസ്ഥ. Mood is the ഒരു സെക്കൻഡ്. മൂഡ് ഇസ് അണ്ടർലൈങ് ഫീലിംഗ്. നമ്മളുടെ ആ മനസ്സിന്റെ ആ ഒരു ഫീലിംഗ് സ്റ്റേറ്റിനാണ് മൂഡ് എന്നുള്ള വാക്ക് ഉപയോഗിക്കുന്നത്. ഇറ്റ് ഇസ് അഫക്റ്റഡ് ബൈ ഈവൻസ്, റിലേഷൻഷിപ്സ്, സർക്കംസ്റ്റാൻസസ്. പല സാഹചര്യങ്ങളും സംഭവങ്ങളും വ്യക്തിബന്ധങ്ങളും ഒക്കെ നമ്മുടെ മൂഡ് സ്റ്റേറ്റിനെ അഫക്റ്റ് ചെയ്യാം. മൂഡ് ഈസ് ക്രിട്ടിക്കലി അഫക്റ്റഡ് ബൈ മൂഡ് ഈസ് ക്രിട്ടിക്കലി അഫക്റ്റഡ് ബൈ തിങ്കിങ് ആൻഡ് റിഫ്ലക്ഷൻ. കോഗ്നിഷൻ എന്നുള്ള വാക്ക് നമ്മൾ നേരത്തെ കണ്ടായിരുന്നു. നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് നമ്മളുടെ മൂഡ് സ്റ്റേറ്റിനെ അഫക്ട് ചെയ്യും. നമ്മൾ എങ്ങനെ ആ കാര്യങ്ങളെ നോക്കി കാണുന്നു എന്നുള്ള കാര്യങ്ങൾ. പിന്നെ ബിലീഫ്സ് ആൻഡ് അസംഷൻസ് ഇൻഫ്ലുവൻസ് വൺസ് തിങ്കിങ്. നമുക്കതിനെ അറിയാം. നമ്മളുടെ ആത്മീയമായിട്ടുള്ള വിശ്വാസങ്ങളും കാര്യങ്ങളും ആവട്ടെ, ഈവൻ ചിലർക്ക് അന്ധവിശ്വാസങ്ങളുടെ കാര്യമാവട്ടെ, അതൊക്കെ നമ്മളുടെ തിങ്കിങ്, നമ്മളുടെ ചിന്തകളെ അത് സ്വാധീനിക്കുന്നു. Our moods are like the waves of the sea with normal ups and downs. But when these ups and downs become large, like tidal waves or tsunami, it becomes a disorder. സാധാരണ ചെറിയ മൂഡ് സ്വിങ്സ് നോർമൽ ആയിട്ടുള്ള ആൾക്കാരിലും ഉണ്ടാവുന്നതാണ്. ഇപ്പം നമുക്ക് ഇഷ്ടമില്ലാത്ത ചില വാർത്തകൾ കേൾക്കുമ്പോൾ നമുക്കൊരു ചിലപ്പോൾ ഒരു മനസ്സിന് ഒരു അപ്സെറ്റ് ആകാവുന്ന ഒരു സ്വാഭാവിക മനുഷ്യനാണ് നമ്മൾ ആയിട്ടുള്ളത്. ചില നല്ല വാർത്തകളിലേക്ക് നമുക്ക് വലിയ സന്തോഷം ഉണ്ടാവുന്നു. നോർമൽ ആയിട്ടുള്ള അപ്സ് ആൻഡ് ഡൗൺസ് ഉണ്ട്. പക്ഷെ അതങ്ങ് വല്ലാത്ത രീതിയിൽ അങ്ങ് വലിയ ടൈഡൽ വേവ്സ് മാതിരി ആവുമ്പോഴാണ് നമ്മൾ അത് ഡിസോർഡർ ലെവലിൽ നിന്ന് നമ്മൾ പറയേണ്ടി വരുന്നത്. Around the central feature of depressed mood are features like depressed mood. ആ ഒരു വിഷാദ രോഗം എന്ന് പറയുമ്പോൾ അതിന്റെ കൂടെ വരുന്ന ചില ഫീച്ചേഴ്സ് ആണ് ഇവിടെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. പെസിമിസ്റ്റിക് തിങ്കിങ്, എല്ലാം അങ്ങ് നെഗറ്റീവായിട്ട്, ഒപ്റ്റിമിസത്തിന് ഓപ്പോസിറ്റ് ആയിട്ട് പെസിമിസ്റ്റിക് ആയിട്ട് എല്ലാം നെഗറ്റീവായിട്ട് കാണുന്ന ഒരു അവസ്ഥ. ലാക്ക് ഓഫ് എൻജോയ്മെന്റ് ഓഫ് പ്രീവിയസ്ലി പ്ലഷറബിൾ ആക്ടിവിറ്റീസ് എന്ന് പറയും. ആനിഡോണിയ എന്ന അതിന്റെ ഒരു ടെക്നിക്കൽ ടേം. ആനിഡോണിയ, ANHEBONIA, ആനിഡോണിയ. അപ്പം എന്ന് പറഞ്ഞാല് മുമ്പേ പ്ലഷറബിൾ ആയിട്ട്, മുമ്പേ ഇൻട്രസ്റ്റിംഗ് ഉണ്ടായിരുന്ന പല കാര്യങ്ങളും ഇപ്പൊ ഇൻട്രസ്റ്റ് അങ്ങ് പോകുന്നു ഡിപ്രഷന്റെ അവസ്ഥയിലോട്ട് വരുമ്പോൾ. മുമ്പേ ചിലർക്കാണെങ്കിൽ ചില
സോഷ്യൽ ആക്ടിവിറ്റീസ്, ഇപ്പൊ എന്തെങ്കിലുമൊക്കെ സുഹൃത്തുക്കളെ കാണുന്നതോ കുടുംബമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതോ കുഞ്ഞുങ്ങളുമായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുന്നതോ ഒരു ഔട്ടിങ്ങിന് പോകുന്നതോ ഒക്കെ വളരെ ആസ്വാദികരമായിരുന്ന ഒരാൾക്ക് ഇപ്പം ആ ഒരു വിഷാദത്തിന്റെ അവസ്ഥയിൽ ഒന്നിനും ഒരു താല്പര്യമില്ല അവസ്ഥ. ലാക്ക് ഓഫ് എൻജോയ്മെന്റ്, റെഡ്യൂസ്ഡ് എനർജി, എപ്പോഴും അങ്ങ് ക്ഷീണം, ഒട്ടും എനർജി ഇല്ല, എപ്പോഴും അങ്ങ് കിടന്നാൽ മതി. ഈസി ഫെറ്റിഗബിലിറ്റി, ഇൻക്രീസ് ടയർഡ്നെസ് എന്നൊക്കെ നമ്മൾ പറയുന്ന അവസ്ഥ. പിന്നെ സ്ലോനെസ്, അങ്ങ് എല്ലാം അങ്ങ് സ്ലോ ആയിട്ട് ആയി പോകുന്നൊരവസ്ഥ. സംസാരത്തിലും മൂവ്മെന്റ്സിലും എല്ലാം സ്ലോ ആയിട്ട് പോകുന്നത്. ക്ലിനിക്കൽ സിൻഡ്രോം ഓഫ് ഡിപ്രഷൻ, ദിസ് ഇസ് ക്വാളിറ്റേറ്റീവ്ലി ഡിഫറെന്റ് ഫ്രം യൂഷ്വൽ സാഡ്നെസ്. നമ്മൾ സാധാരണ ഒരാൾക്ക് ചെറിയൊരു വിഷമം കാര്യങ്ങളൊക്കെ വന്നു പോകാം. എന്നാൽ ഒരു ഡിപ്രഷൻ എന്നുള്ള ഒരു രോഗാവസ്ഥ എന്നുള്ള നിലയിൽ നമ്മൾ വിളിക്കണമെങ്കിൽ നമ്മൾ മുമ്പേ പറഞ്ഞ ആ ഒരു ലോ മൂഡ്, ലോ ഇൻട്രസ്റ്റ്, ലോ എനർജി ലെവൽസ്, അതാണ് ട്രയാഡ് ഓഫ് ഡിപ്രഷൻ ആയിട്ട് നമ്മൾ പറയുന്നത്. ഒരു വിഷാദം, ലോ മൂഡ്, പിന്നെ ലോ ഇൻട്രസ്റ്റ്, ഒന്നിലും ഇൻട്രസ്റ്റ് ഇല്ല, പിന്നെ ലോ എനർജി ലെവൽസ്. പിന്നെ അതിന്റെ കൂടെ തന്നെ ഉറക്കത്തിലും വിശപ്പിലും ഒക്കെ ഡിസ്റ്റർബൻസസ് വരുന്നു. ചിലപ്പോൾ ഉറക്കം കുറയാം, ഉറക്കം കൂടാം, വിശപ്പും കുറയാം കൂടാം. കോഗ്നിറ്റീവ് ഡിസ്റ്റർബൻസസ്, അറ്റൻഷൻ കോൺസെൻട്രേഷന്റെ പ്രോബ്ലംസ്, ഗിൽറ്റ്, പെസിമിസം, കുറ്റബോധം, എല്ലാവരും നെഗറ്റീവായിട്ട് കാണുന്നൊരവസ്ഥ. ദിസ് ഇന്റർഫിയേഴ്സ് വിത്ത് ലൈഫ് അറ്റ്ലീസ്റ്റ് ഫോർ 2 weeks എന്നാണ് നമ്മൾ പറയുന്നത്. This interferes with life and persists for more than 2 weeks. 2 weeks ആവാൻ വേണ്ടി നമ്മൾ കാത്തിരിക്കണമെന്നില്ല. ഇതുപോലുള്ള വല്ലാതെ ഉറക്കത്തിന്റെ ഡിസ്റ്റർബൻസും വല്ലാതെ പ്രയാസവും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ എത്ര നേരത്തെ ഒരു സൈക്കാട്രിസ്റ്റിനെ കൺസൾട്ട് ചെയ്യുന്നത് നല്ലത് തന്നെ. എന്നാൽ മോർ ദാൻ 2 weeks ആണെങ്കിലാണ് നമ്മൾ ഡിപ്രഷൻ എന്നുള്ള ഒരു ഡയഗ്നോസിസിലേക്ക് നമ്മൾ എത്തുന്നത്. എവറി കൗൺസിലർ നീഡ്സ് ടു റെക്കഗ്നൈസ് ദിസ് സിൻഡ്രോം. ട്രീറ്റ്മെന്റ് ഗിവ്സ് ഗുഡ് റിസൾട്ട്സ്. ശരിയാണ്, നമുക്ക് ഇപ്പം ചെറിയ ഡിപ്രസീവ് സിംപ്റ്റംസ്, മൈൽഡ് ആയിട്ടുള്ള ഡിപ്രഷൻസ് ഒക്കെ ചിലപ്പം ചെറിയൊരു കൗൺസിലിംഗ് അതിന്റെ ഒരു ആരംഭ ദിശയിൽ നമ്മൾ കാണുമ്പം കൗൺസിലിംഗ് ഹെൽപ്പ് ചെയ്തേക്കാം. പക്ഷെ നമ്മള് സ്ലീപ്പിന്റെ ഡിസ്റ്റർബൻസും ആപ്പിറ്റൈറ്റിന്റെ ഡിസ്റ്റർബൻസും അതുപോലെ ഒന്നിലൊരു ഇൻട്രസ്റ്റ് ഇല്ലാതെ വല്ലാതെ ടയർഡ്നെസ്, അതൊരു ക്വാളിറ്റേറ്റീവ്ലി സാധാരണ ഒരു സാഡ്നെസ്സിനെക്കാട്ടിലും അങ്ങ് തീവ്രമായിട്ടുള്ളൊരു അവസ്ഥയാണെങ്കിൽ നമ്മൾ കൗൺസിൽ ചെയ്ത് സമയം കളയുന്ന ഒരു തരത്തിലേക്ക് നമ്മൾ പോകരുത്. കൗൺസിൽ ചെയ്യാൻ അതിന്റെ കൂടെ തന്നെ മെഡിസിൻസ് എടുക്കാനും കൂടെ അവരെ എൻകറേജ് ചെയ്യുന്നത് നല്ലതാണ്. അപ്പം അത്രയും പെട്ടെന്ന് കാര്യങ്ങളൊക്കെ റിക്കവർ ചെയ്യാം. അല്ലെങ്കിൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ആത്മഹത്യാ ചിന്തകളോ പ്രവണതയോ അങ്ങനെയൊക്കെ വന്ന് എന്തെങ്കിലും പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ ആയിക്കൂടായികയില്ല. സോ അപ്പൊ അങ്ങനെയുള്ളതൊക്കെ കേസസ് നമ്മൾ കാണുന്നുണ്ട്. അപ്പം ചിലപ്പോ കൗൺസിലേഴ്സ് പ്രോപ്പറായിട്ട് ടൈമില് റെഫർ ചെയ്യാത്തത് കൊണ്ട്, ഈവൻ ചിലപ്പോൾ മരുന്ന് കഴിച്ചുകൊണ്ടും എല്ലാം മാറണമെന്നൊന്നും ഇല്ല എങ്കിൽ പോലും എല്ലാം അതുപോലെ തന്നെ നമ്മള് പെട്ടെന്ന് ആശാവഹമായ റിസൾട്ട്സ് എപ്പോഴും വരണമെന്നില്ല എങ്കിൽ പോലും ചിലപ്പോൾ ഒരു പ്രോപ്പറായിട്ട് ട്രീറ്റ്മെന്റ് കിട്ടാത്തത് കൊണ്ടും ഒക്കെ ചിലപ്പം വല്ലാത്ത രീതിയിലുള്ള ട്രാജഡിയിലോട്ടൊക്കെ പോകുന്ന കേസസും ഉണ്ട്. ദ കോസ് ഓഫ് മൂഡ് ഡിസോർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ നേച്ചർ വേഴ്സസ് നേർച്ചർ എന്ന് പറഞ്ഞ 2 വാക്കുകൾ നിങ്ങളിപ്പോൾ ശ്രദ്ധിച്ചു കാണും. നേച്ചർ എന്ന് പറയുന്നത് നമ്മളുടെ ജനറ്റിക് ഫാക്ടേഴ്സിനെയൊക്കെ പ്രതിനിധാനം ചെയ്യുന്ന നമ്മളുടെ പ്രകൃതം എന്ന് പറയുന്ന ഒരു അവസ്ഥ. പിന്നെ നേഴ്ച്ചർ എന്ന് പറയുമ്പം എങ്ങനെ വളർത്തിക്കൊണ്ടു വന്നു, എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, നേഴ്ച്ചർ പാരിസ്ഥിതികമായ പല കാരണങ്ങൾ. അപ്പം ഹെറിഡിറ്റി ഉണ്ട്, അതാണ് നേച്ചർ. എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ് നേഴ്ച്ചർ. പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് പോലെ നേഴ്ച്ചറിലേക്ക് വരുന്ന കാര്യങ്ങളാണ്. പിന്നെ ഫിസിയോളജിക്കൽ, സൈക്കോളജിക്കൽ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് ഇവന്റ്സ് നടക്കുമ്പോഴായിരിക്കും ഇത് പെട്ടെന്ന് അത് മാനിഫെസ്റ്റഡ് ആവുന്നത്. അതുവരെയും ജനറ്റിക് ഫാക്ടേഴ്സ് ഒക്കെ മിക്ക ഫാമിലീസിലും മിക്കവർക്കും എന്തെങ്കിലുമൊക്കെ ജനറ്റിക് ഫാക്ടേഴ്സ് ഒക്കെ കാണും. പക്ഷെ എന്തെങ്കിലും എൻവയോൺമെന്റൽ ഫാക്ടേഴ്സ്, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഫാക്ടേഴ്സ് വരുമ്പോഴായിരിക്കും ഇത് ഡിപ്രഷനായിട്ട് അത് മാനിഫെസ്റ്റഡ് ആവുന്നത്. പിന്നെ ലൈഫ് ഈവൻസ്, ഇപ്പോ ചിലരുടെ ഡെത്ത് ആയിരിക്കാം, ചിലപ്പോ ചില ട്രാൻസ്ഫർ ആയിരിക്കാം, ചില തരത്തിലുള്ള രോഗാവസ്ഥകളായിരിക്കാം, സാമ്പത്തികമായിട്ടുള്ള ചില പ്രയാസങ്ങളായിരിക്കാം. അങ്ങനെയുള്ള ലൈഫ് ഈവൻസ്, വൾണറബിലിറ്റി ഫാക്ടേഴ്സ്, എസ്പെഷ്യലി കുഞ്ഞുങ്ങള്, പ്രായം കൂടിയവര്, സ്ത്രീകള്, പ്രഗ്നൻസി സ്റ്റേറ്റിലുള്ളവര്, ലാക്ടേഷൻ സ്റ്റേറ്റിലുള്ളവര്, അങ്ങനെയൊക്കെയുള്ള വൾണറബിലിറ്റി, അല്ലെങ്കിൽ ചിലപ്പോൾ മൈഗ്രൻസ് ആയിട്ടുള്ളവര്, അതുപോലൊക്കെയുള്ള പല, പിന്നെ ക്രോണിക് ആയിട്ടുള്ള ചില സിക്നസസ് ഒക്കെ ഉള്ളവര്, അങ്ങനെയൊക്കെയുള്ള വൾണറബിലിറ്റി ഫാക്ടേഴ്സും ഈ ഡിപ്രഷന്റെ ഫാക്ടേഴ്സ് അത് പ്രസിപ്പിറ്റേറ്റ് ചെയ്യും. പിന്നെ ഈ ഡിപ്രഷൻ എന്തുകൊണ്ട് ഉണ്ടാകുന്നു എന്നുള്ളതിന് പല പല തിയറീസ് ഉണ്ട്. അതിൽ കോമൺ ആയിട്ട് അക്സെപ്റ്റഡ് ആയിട്ടുള്ള പല തിയറീസിൽ ഒരു തിയറിയാണ് ഈ ബയോജനിക് അമീൻസ് തിയറി എന്ന് പറഞ്ഞാൽ
നമ്മളുടെ ബ്രെയിനിലെ പല ന്യൂറോ കെമിക്കൽസ് ഉണ്ടെന്നുള്ളൊരു കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. ആ ബയോജനിക് അമീൻസ് എന്ന് പറയുന്നത് മോണോ അമീൻസ് എന്ന് പറയുന്ന തരത്തിലുള്ള ഒരു കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസിന് നെർവ് ജംഗ്ഷൻസ് ഓഫ് സിനാപ്സ്, അത് നെർവ് ഇമ്പൾസസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നു. ആ നെർവ് ട്രാൻസ്മിഷൻ ഡിപ്പെൻഡ്സ് ഓൺ ദീസ് കെമിക്കൽസ്. അങ്ങനെയുള്ള കെമിക്കൽസ് ആണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് അല്ലെങ്കിൽ ന്യൂറോ കെമിക്കൽസ് എന്നൊക്കെ നമ്മൾ പറയുന്നത്. സെറട്ടോണിൻ, നോറഡ്രിനാലിൻ, നോറോപ്നെഫ്രിൻ, ഡോപ്പമിൻ, ഇത് മൂന്നുമാണ് മെയിൻ ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. നമ്മള് ബയോജനിക് അമീൻസ് ഇപ്പൊ കണ്ടു. ഡിപ്രഷന്റെ സിംറ്റംസ്, ഒരു ഡിപ്രസ്ഡ് ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വലിന്റെ ലക്ഷണങ്ങള് അപ്പിയറൻസിൽ തന്നെ സാധാരണ വെൽക്കംഡ് ആയിട്ട് നടക്കുന്ന ഒരാള് പെട്ടെന്ന് അങ്ങ് മുടി ചീവുന്നില്ല, ഷേവ് ചെയ്യുന്നില്ല, അല്ലെങ്കിൽ പ്രോപ്പറായിട്ടൊരു ഡ്രസ്സ് അതുപോലെ മുഷിഞ്ഞ ഡ്രസ്സ് ധരിക്കുന്നു, ഡ്രസ് ആൻഡ് ഗ്രൂമിങ് നെഗ്ലക്റ്റഡ്, മൂവ്മെന്റ്സ് വളരെ അങ്ങ് സ്ലോ ആവുന്നു, സോഫ്റ്റ് ആൻഡ് മൊണോട്ടണസ് സ്പീച്ച്, അങ്ങ് വളരെ സ്ലോ ആയിട്ടുള്ള സംസാരം, മൂഡ് സ്റ്റേറ്റ് ആസ് ഇഫ് എ ബ്ലാക്ക് ക്ലൗഡ് ഹാസ് ഡിസെൻഡഡ് ഓൺ, അങ്ങനെ എന്തോ ഒരു വല്ലാത്തൊരു മൂഡാപ്പ് മാതിരി, ഹോപ്പ്ലെസ്നെസ്, അതിനെ കുറിച്ച് ഒരു പ്രതീക്ഷയില്ല, ഹെൽപ്ലെസ്നെസ്. ഈ ഹോപ്പ്ലെസ്നെസ് എന്നുള്ളത് വല്ലാത്തൊരു ഒരു സൂയിസൈഡിന് ഇൻഡിക്കേറ്റർ ആയിട്ട് വരെയും പല റിസർച്ച് പറയുന്നുണ്ട്. ചില ഒരാൾക്ക് ജീവിതത്തിൽ ഒരു പ്രത്യാശയില്ല, ഇനി ജീവിക്കേണ്ടതിന്റെ ഒരു പ്രത്യാശ ഇല്ലാതെ വരുന്ന ഒരു അവസ്ഥയിൽ ആണ് പലപ്പോഴും പലരും അങ്ങ് ഇനിയിപ്പം ഇപ്പം കോവിഡ് വന്നപ്പോഴത്തേക്ക് ഇനിയിപ്പം കോവിഡോടെ എല്ലാം അങ്ങ് അവസാനിക്കുന്നു എന്ന് വിചാരിച്ച് പലരും അങ്ങ് ആത്മഹത്യ ചെയ്തു. അല്ലെങ്കിൽ പ്രളയം വന്നപ്പം പ്രളയമായി ഇനിയിപ്പം എല്ലാം തീർന്നു എന്ന് പറഞ്ഞങ്ങ് ആത്മഹത്യ ചെയ്തവരുണ്ട്. അപ്പൊ ആ ഒരു ഹോപ്പ് ഇല്ലാതാവുമ്പോൾ ഓഫ്കോഴ്സ് നമ്മള് ദൈവവചനം വിശ്വസിക്കുന്ന നമുക്കറിയാം, എല്ലാത്തിലും കർത്താവിന്റെ പ്രത്യാശ നമുക്കുണ്ട്. പ്രത്യാശയുടെ ദൈവമോ എന്ന് പറഞ്ഞാണ് നമ്മള് റോമർ 15 അധ്യായത്തിലെ 13 വാക്യത്തിലൊക്കെ നമ്മൾ ആ വാക്യം വായിക്കുന്നുണ്ടല്ലോ, പ്രത്യാശയുടെ ദൈവം, ഗോഡ് ഓഫ് ഹോപ്പ്. നമ്മുടെ ദൈവം പ്രത്യാശ തരുന്ന ദൈവം എന്ന പലപ്പോഴും ഈ ഒരു അവസ്ഥയിൽ, ഡിപ്രഷൻ അവസ്ഥയിലോട്ട് പോകുമ്പോൾ ഈവൻ വിശ്വാസികളെ പോലും അങ്ങ് പ്രത്യാശ നഷ്ടപ്പെട്ടു പോയി, എന്തിനാ ഞാൻ ജീവിക്കുന്നത്, എനിക്ക് എല്ലാം അങ്ങനെ നെഗറ്റീവായിട്ട് ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലോട്ടൊക്കെ പോകാം. പിന്നെ ഹെൽപ്ലെസ്നെസ്, ഒരു നിസ്സഹായത, ബർത്ത്ലെസ്നെസ്, എന്നെ കൊണ്ടൊന്നിനും കൊള്ളത്തില്ല, ഞാൻ അങ്ങനെ പ്രയോജനപ്പെട്ടിട്ടില്ല, ദൈവത്തിനെ പോലും എന്നെ വേണ്ട, ആർക്കും എന്നെ വേണ്ട, ബർത്ത്ലെസ്നെസ്. അങ്ങനെ നെഗറ്റീവ് ഐഡിയാസ് ഓഫ് സെൽഫ്, സറൗണ്ടിങ് ആൻഡ് ഫ്യൂച്ചർ, നമ്മളെ കുറിച്ചും ബാക്കി പുറമെ ഉള്ളതിനെ കുറിച്ചും ഫ്യൂച്ചറിനെ കുറിച്ചും എല്ലാം അങ്ങ് നെഗറ്റീവ് ഐഡിയാസ് ആകുമ്പോൾ അത് വല്ലാതെ ഒരു ഡിപ്രഷന്റെ ഒരു അവസ്ഥയിലോട്ട് പോകുന്നു. പിന്നെ ഗിൽറ്റ് ഫീലിങ്സ്, ചില കാര്യങ്ങൾ നടന്നതായിരിക്കും, എന്തെങ്കിലും തെറ്റുകള്, പാപങ്ങള്, എന്നാൽ അതങ്ങ് ഒരു എക്സസീവായിട്ട് അതങ്ങ് ദൈവത്തിന് പോലും ക്ഷമിക്കാൻ പറ്റത്തില്ല എന്നുള്ള നിലയിലേക്ക് തരത്തിലുള്ള കുറ്റബോധത്തിലേക്ക് പോകുന്ന ആൾക്കാരുണ്ട്. പെസിമിസ്റ്റിക് തോട്ട്സ് അബൌട്ട് ദി ഫ്യൂച്ചർ, ഭാവിയെല്ലാം ഇരുണ്ട് കാണുന്നു, അൺറീസണബിൾ ഗിൽറ്റ് ആൻഡ് സെൽഫ് ബ്ലെയിം അബൌട്ട് മൈനർ മാറ്റേഴ്സ്, ചെറിയ ചെറിയ കാര്യത്തിന് വേണ്ടി ഭയങ്കര കുറ്റബോധവും തങ്ങളെ തന്നെ അങ്ങ് ബ്ലെയിം ചെയ്യുന്നു. അതിന്റെ കൂടെ തന്നെ ഫിസിക്കൽ സിംറ്റംസ്, ശാരീരികമായിട്ടുള്ള ചില കാരണങ്ങൾ എന്ന് പറഞ്ഞാൽ ഇപ്പം ഈ ഡിപ്രഷന്റെ കൂടെ തന്നെ അങ്ങ് വല്ലാത്ത തലവേദന വരാം, നെഞ്ചുവേദന വരാം, നെഞ്ചിടിപ്പ് വരാം, ശരീരം മൊത്തം തളർന്നു പോകുന്നവർക്ക് വല്ലാത്തൊരു ക്ഷീണവും ദേഹം മൊത്തവും വേദനയും, അങ്ങനെയുള്ള ചില കാര്യങ്ങളായിട്ടൊക്കെ ഫിസിക്കൽ സിംറ്റംസ് ഈ ഡിപ്രഷന്റെ ഭാഗമായിട്ട് വരാം. ചിലപ്പം ഫിസിക്കൽ സിംറ്റംസ് ആയിട്ട് ചിലപ്പം ഫിസിഷ്യനെ ആയിരിക്കും ചെന്ന് കാണുന്നത്, അപ്പൊ അവരായിരിക്കും ഡിപ്രഷൻ ഡയഗ്നോസ് ചെയ്ത് സൈക്യാട്രിസ്റ്റ് അടുത്തേക്കും കൂടെ വിടുന്നത്. ചിലപ്പം BP കൂടുന്നതായിരിക്കാം, ചിലപ്പം ഒന്നും ഇല്ലാതെ പോകുന്നതായിരിക്കാം. അപ്പൊ അങ്ങനെയുള്ള നമ്മളുടെ ന്യൂറോ കെമിക്കൽ ചേഞ്ചസിലുള്ള വല്ലാതൊരു സിവിയർ ഡിപ്രഷന്റെ തലത്തിലേക്ക് പോകുന്ന ഒരു അവസ്ഥയ്ക്ക് നമ്മൾ എൻഡോജനസ് ഡിപ്രഷൻ എന്ന് പറയുന്നത്. എക്സോജനസ് ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ബാക്കി എന്തെങ്കിലുമൊക്കെ പുറമേ ഉള്ള ഫാക്ടേഴ്സ് കാരണം ഉണ്ടാവുന്ന പെട്ടെന്നുള്ളൊരു ഡിപ്രസീവ് സിംറ്റംസ്. ഇപ്പം നമുക്ക് ഒരു പരീക്ഷയിൽ തോറ്റു, അല്ലെങ്കിൽ കുറച്ച് ഫൈനാൻഷ്യൽ പ്രോബ്ലം ഉണ്ടായി, അപ്പൊ അങ്ങനെ എക്സോജനസ് ഫാക്ടേഴ്സ് കാരണമുള്ള ഡിപ്രഷൻ എക്സോജനസ് ഡിപ്രഷൻ. എന്നാൽ ചിലപ്പോൾ ഈ എക്സോജനസ് ഡിപ്രഷൻ തന്നെ അങ്ങ് സിവിയർ ആയിട്ട് അങ്ങ് പോകുമ്പോഴത്തേക്കും പിന്നെ അവര് എന്തിനാ ഡിപ്രസ്ഡ് ആയെന്നുള്ള കാര്യം പോലും അവർക്ക് അറിയാത്ത രീതിയിൽ അവരങ്ങ് ഒന്നിനും താല്പര്യമില്ലാതെ, ഒന്നും മിണ്ടാതെ, അങ്ങ് ഒരു പ്രതിഭ മാതിരി ഒന്നും മിണ്ടാതെ ഇങ്ങനെ ചിലപ്പോൾ കരഞ്ഞുകൊണ്ട് ആരോടും ഇന്ററാക്ഷൻ ഇല്ലാത്ത രീതിയിലോട്ട് തന്നെ അവർ എൻഡോജനസ് ഡിപ്രഷന്റെ ഒരു തലത്തിലേക്ക് അവർ വരുന്നു. അപ്പൊ അതിനെ മെലങ്കോളിയ എന്നുള്ളൊരു വാക്കും ക്ലാസിക്കായിട്ട് ഉപയോഗിക്കുന്നത് അങ്ങനെയുള്ള എൻഡോജനസ് ഡിപ്രഷനാണ്. അപ്പൊ അങ്ങനെയുള്ള ഡിപ്രഷനുള്ള ചില ഫീച്ചേഴ്സും കൂടെ ഉണ്ട്. ഏർലി മോർണിംഗ് അവേക്കനിങ്, അവര് രാത്രി കിടക്കുമ്പോൾ അങ്ങ് ഉറങ്ങുന്നു, പക്ഷെ രാവിലെ അങ്ങ് സാധാരണ എഴുന്നേക്കുന്നതിലും 1-2 മണിക്കൂർ മുമ്പേ, 6 മണിക്ക് എഴുന്നേക്കുന്ന ആള് 4 മണിക്ക് എഴുന്നേറ്റിട്ട് പിന്നെ അങ്ങ് ഉറങ്ങാൻ പറ്റുന്നില്ല. പിന്നെ അതുകൊണ്ട് പലപ്പോഴും പല ആത്മഹത്യകളും അങ്ങ് അതിരാവിലെ നടക്കുന്നതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ ഈ ഡിപ്രഷൻ അങ്ങ് വല്ലാതെ വേഴ്സ് ആവുന്നത് ഈ ഏർലി മോർണിംഗ് അവേഴ്സിലായിരിക്കും. ടെർമിനൽ ഇൻസോംനിയ എന്ന് പറയും. അതായത്
ഉറക്കത്തിന്റെ ലാസ്റ്റ് ഘട്ടം അങ്ങ് ഡിസ്റ്റർബ്ഡ് ആവുന്നു. ആ സമയത്ത് അവർക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. അപ്പം പെട്ടെന്ന് നോക്കുമ്പോൾ ഫാനെ കാണുന്നു. അങ്ങനെയൊക്കെയുള്ള രീതിയിലൊക്കെ അവര് പല ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ പലപ്പോഴും അതിരാവിലെ ആത്മഹത്യാ ശ്രമങ്ങളൊക്കെ നടത്തുന്നതിന്റെ ഒരു കാരണം ഈ ഒരു ഡിപ്രഷൻ അവസ്ഥ ഏറ്റവും സിവിയർ ആവുന്നത് ഈ എൻഡോജനസ് ഡിപ്രഷനിലെ മോർണിംഗ് അവേഴ്സിലായിരിക്കും. പക്ഷെ എക്സോജനസ് ഡിപ്രഷൻ, അഡ്ജസ്റ്റ്മെന്റ് ഡിസോർഡർ അതുപോലുള്ള കാറ്റഗറിയിലൊക്കെ ടുവേർഡ്സ് ഈവനിങ് ആയിരിക്കും അവരങ്ങ് കൂടുതൽ ടയേർഡായിട്ട് വരുന്ന കാര്യങ്ങൾ. അപ്പൊ ആ ഒരു ഡിപ്രഷന്റെ പല സ്റ്റേജിലും പല ഫീച്ചേഴ്സ് ഉണ്ടെന്നുള്ള കാര്യം നമ്മൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ് കൗൺസിലേഴ്സ് എന്ന നിലയിൽ. പിന്നെ ലോസ് ഓഫ് ആപ്പിറ്റൈറ്റ്, ലോസ് ഓഫ് വെയിറ്റ്, കോൺസ്റ്റിപ്പേഷൻ, ഇതെല്ലാം എൻഡോജനസ് ഡിപ്രഷന്റെ ഫീച്ചേഴ്സ് ആയിട്ട് വരാം. ലോസ് ഓഫ് ലിബിഡോ, സെക്ഷൽ മാറ്റേഴ്സിൽ ഇൻട്രസ്റ്റ് കുറഞ്ഞു പോകുന്ന കാര്യം. സിംറ്റംസ് ബെറ്റർ ഇൻ ദി ഈവനിങ്സ്, ഏർലി മോർണിംഗ് വേഴ്സണിങ് ഓഫ് സിംറ്റംസ് ബെറ്റർ ഇൻ ദി ഈവനിങ്സ് ആണ് എൻഡോജനസ് ഡിപ്രഷനിലൊക്കെ കാണുന്നത്. പെർവസീവ് ലോസ് ഓഫ് ഇൻട്രസ്റ്റ് ഇൻ എവറിഥിങ്, ഒന്നിനും ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ആനിഡോണിയ എന്നുള്ള വാക്ക് നമ്മൾ മുമ്പേ പറഞ്ഞായിരുന്നു. അത് ഇനബിലിറ്റി ടു എൻജോയ് തിങ്സ് വിച്ച് വർ എൻജോയബിൾ ഏർലിയർ, പ്രീവിയസ്ലി പ്ലഷറബിൾ ആക്ടിവിറ്റീസിൽ നമുക്ക് ഇൻട്രസ്റ്റ് പോകുന്ന അവസ്ഥയ്ക്ക് ആനിഡോണിയ എന്ന് പറയുന്നത്. അപ്പൊ ഈ സിവിയർ ഡിപ്രഷനിലോട്ട് പോകുമ്പോൾ അതിന്റെ കൂടെ നമ്മൾ മുമ്പേ പറഞ്ഞ ചില ഡെലൂഷനും ഹാലുസിനേഷനും ഒക്കെ ഉണ്ടാകാം. നമ്മുടെ ഡെലൂഷൻ ഹാലുസിനേഷനും ഒക്കെ സൈക്കോസിന്റെ സിംറ്റംസ് ആണ് ബേസിക്കലി. എന്നാൽ സിവിയർ ഡിപ്രഷൻ അങ്ങ് അൺട്രീറ്റഡ് ആയിട്ട് അതൊക്കെ വല്ലാത്തൊരു തീവ്രമായിട്ട് പോകുമ്പോൾ അതിന്റെ കൂടെ ഈ ഡെലൂഷനും ഹാലുസിനേഷനും ഒക്കെ വരാം. ഡെലൂഷൻ എന്താണ് നമ്മൾ കണ്ടു. ഫോൾസ് അൺഷേക്കബിൾ ബിലീഫ്സ്, ഫോൾസ് ഫിക്സഡ് ബിലീഫ്സ് നോട്ട് ബിലീവ് ബൈ അതേഴ്സ്, ഡെലൂഷൻ ഓഫ് പെർസിക്യൂഷൻ, ഡെലൂഷൻ ഓഫ് റെഫറൻസ്, ഡെലൂഷൻ ഓഫ് ഇൻഫിഡിലിറ്റി എന്നൊക്കെ നമ്മൾ കണ്ടായിരുന്നു. പിന്നെ ഹാലൂസിനേഷൻസ്, ഹിയറിംഗ് വോയിസസ് വിതൗട്ട് എനിബഡി സ്പീക്കിംഗ്, അതാ ഓഡിറ്ററി ഹാലൂസിനേഷൻ. ഇല്ലാത്ത കാര്യങ്ങൾ കാണുന്നതിന് വിഷ്വൽ ഹാലൂസിനേഷൻ. പിന്നെ ഇല്ലാത്ത സ്മെല്ല് വരുന്നതിന് ഓൾഫാക്ടറി ഹാലൂസിനേഷൻ, ഇല്ലാത്ത ടേസ്റ്റ് വരുന്നതിന് ഗസ്റ്റേറ്ററി ഹാലൂസിനേഷൻ, ഇല്ലാത്ത ടച്ച് സെൻസേഷൻസ് വരുന്നതിന് ടാക്ടൈൽ ഹാലൂസിനേഷൻ. അങ്ങനെ 5 സെൻസ് ഓർഗൻസിനെ ബേസ് ചെയ്തുള്ള ഹാലൂസിനേഷൻ ഉണ്ട്. ഏറ്റവും മോസ്റ്റ് കോമണസ്റ്റ് ആയിട്ടുള്ളത് ഓഡിറ്ററി ഹാലൂസിനേഷൻ. പിന്നെ വിഷ്വൽ ഹാലൂസിനേഷനും അങ്ങനെയൊക്കെയുള്ള ബാക്കിയുള്ള ഹാലൂസിനേഷൻ ടൈപ്സ് ഒക്കെ വരുവാണെങ്കിൽ അത് കൂടുതലും ഓർഗാനിക് കോസസ് അല്ലെങ്കിൽ ഫിസിക്കൽ കോസസ്, ബ്രെയിനിലുള്ള പല സ്ട്രക്ചറൽ ഡാമേജിന്റെ കാരണം കൊണ്ടും വരാം. അപ്പൊ അതുകൊണ്ട് അങ്ങനെ ഒക്കെ വരുവാണെങ്കിൽ ഒരുപക്ഷെ ബ്രെയിനിന്റെ സ്കാൻ ഒക്കെ എടുക്കാൻ സൈക്കാട്രിസ്റ്റ് ഒക്കെ അഡ്വൈസ് ചെയ്യുന്നത്. പക്ഷേ ജസ്റ്റ് ടിപ്പിക്കൽ ആയിട്ടുള്ള സൈക്കോസിസും ഓഡിറ്ററി ഹാലൂസിനേഷനും ഒക്കെ ചിലപ്പോൾ സ്കാൻ ഒന്നും എടുക്കാതെ തന്നെ ട്രീറ്റ് ചെയ്ത് അതങ്ങ് മാറാവുന്ന കാര്യങ്ങളേ ഉള്ളൂ. പക്ഷെ ടിപ്പിക്കലായിട്ട് എന്തെങ്കിലും കാര്യങ്ങൾ കാണുവാണെങ്കിൽ സ്കാൻ എടുക്കാൻ ഡോക്ടേഴ്സ് അഡ്വൈസ് ചെയ്യും സാധാരണ. പിന്നെ സ്റ്റൂപ്പ്, ഈ സിവിയർ ഡിപ്രഷന്റെ ഒരു ഭാഗമായിട്ട് സ്റ്റൂപ്പർ എന്ന് പറഞ്ഞാൽ അവരങ്ങ് ഒന്നും മിണ്ടാത്തൊരവസ്ഥയിലേക്ക് പോകുന്നൊരവസ്ഥ, പ്രതിമ മാതിരി അങ്ങനെ മിണ്ടാതെ മ്യൂട്ടായിട്ട് അങ്ങ് ഇരിക്കുന്നൊരവസ്ഥ. അതർ സിംറ്റംസ് ആങ്സൈറ്റി, ഇറിറ്റബിലിറ്റി, ഭയങ്കര റെസ്റ്റ്ലെസ്നെസ്, ഭയങ്കര ടെൻഷന്, വെപ്രാളം, ദേഷ്യം, അതൊക്കെ സിവിയർ ഡിപ്രഷന്റെ ഭാഗമായിട്ട് വരാം. പിന്നെ ഇപ്പൊ ആജിറ്റേഷൻ, ഒരു അജിറ്റേഷൻ അല്ലെങ്കിൽ റെസ്റ്റ്ലെസ്നെസ്, ഇനബിലിറ്റി ടു റിലാക്സ്, റിംഗിങ് ഓഫ് ഹാൻഡ്സ്, ഇങ്ങനെ കൈ ഇങ്ങനെ കുഴഞ്ഞുകൊണ്ടിരിക്കുന്നു, പേസിങ് അപ്പ് ആൻഡ് ഡൗൺ, അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. അങ്ങനെയുള്ളവർക്ക് ഈ സിവിയർ ഡിപ്രഷനിൽ റിസ്ക് ഓഫ് സൂയിസൈഡ് വല്ലാതെ ഉണ്ടെന്നുള്ള കാര്യമാണ്. 11 to 17% എന്നൊക്കെ പഴയ പല സ്റ്റഡീസാ പറയുന്നതെന്ന്. പുതിയ സ്റ്റഡീസിൽ അതിലും കൂടുതലുള്ള സൂയിസൈഡ് റേറ്റ്സും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. റിസ്ക് ഇസ് ഹയർ അറ്റംപ്റ്റഡ് സൂയിസൈഡ്സ് ഇൻ ദ പാസ്റ്റ്. ഓൾറെഡി ഇതിനു മുമ്പ് സൂയിസൈഡ് അറ്റംപ്റ്റ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ വീണ്ടും അറ്റംപ്റ്റ് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ് നമ്മൾ മനസ്സിലാക്കണം. സിംഗിൾ ആണെങ്കിൽ, സെപ്പറേറ്റഡ് ആണെങ്കിൽ, ഡിവോഴ്സ്ഡ് ആണെങ്കിലൊക്കെ കൂടുതൽ ചാൻസ് ആണ്. ഓൾഡർ പീപ്പിളിൽ കൂടുതൽ ചാൻസ് ആണ്. ആണുങ്ങളാണ് കൂടുതൽ കംപ്ലീറ്റഡ് സൂയിസൈഡ്സ്, സ്ത്രീകളാണ് കൂടുതൽ അറ്റംപ്റ്റ് ചെയ്യുന്നത്. എന്ന് പുരുഷന്മാരിലെ കൂടുതൽ സൂയിസൈഡ് സക്സസ്ഫുൾ ആയിട്ട് മരണം നടക്കുന്നത്. ആൽക്കഹോളിക്, ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ഇതുപോലുള്ള സൂയിസൈഡിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലായിരിക്കും. പിന്നെ ബൈപോളാർ, നമ്മൾ മൂഡ് ഡിസോർഡർ എന്നുള്ളൊരു വാക്ക് നമ്മൾ കണ്ടായിരുന്നു. അപ്പൊ അതിൽ തന്നെ ബൈപോളാർ ഡിസോർഡർ ഉണ്ട്, യൂണിപോളാർ ഡിസോർഡറും ഉണ്ട്. ബൈപോളാർ ഡിസോർഡർ എന്ന് പറഞ്ഞാൽ ഒരു തവണയെങ്കിലും മേനിയയോ ഹൈപ്പോമേനിയോ വന്നിട്ട് ഒന്നോ അതിൽ കൂടുതലോ മേനിക് എപ്പിസോഡ്സോ, ഒരു മേനിയോ ഒരു ഹൈപ്പോമേനിയോ അല്ലെങ്കിൽ ഒരു മേനിയോ ഒരു ഡിപ്രഷനോ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ ബൈപോളാർ, 2 പോൾസ് എന്നുള്ള രീതിയിൽ ബൈപോളാർ എന്നുള്ള ഒരു വാക്ക് ഉപയോഗിക്കുന്നത്. പിന്നെ യൂണിപോളാർ എന്ന് പറഞ്ഞാൽ ഡിപ്രഷൻ മാത്രമേ വന്നിട്ടുള്ളൂ, ഇതുവരെ ഒരു മേനിക് എപ്പിസോഡോ ഹൈപ്പോമേനിയോ ഒന്നും വന്നിട്ടില്ല. അപ്പൊ യൂണിപോളാർ ഡിപ്രഷൻ എന്ന് പറയും. ബൈപോളാർ ഡിപ്രഷൻ എന്ന് പറഞ്ഞാൽ ഈ ബൈപോളാറിന്റെ അവസ്ഥയിൽ തന്നെ ഉണ്ടാകുന്ന ചില ഡിപ്രസീവ് സിംറ്റംസ്.
സോ മേനിക് ഡിപ്രസീവ് സൈക്കോസിസ് എന്നൊക്കെ ആയിരുന്നു അതിന്റെ പണ്ടത്തെ ടേം. ഇപ്പം നമ്മൾ ബൈപ്പോളർ ഇൽനെസ്, ബൈപ്പോളർ ഡിസോർഡർ, ബൈപ്പോളർ അഫക്റ്റീവ് ഡിസോർഡർ, BPD എന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ അതിന്റെ ഒരവസ്ഥയാണ് മേനിയ. മേനിയ എന്ന് പറയുമ്പോൾ ആ ഡിപ്രഷന്റെ ഓപ്പോസിറ്റ് ആണ് നമുക്ക് ഓർത്താൽ മതി. എലേറ്റഡ് മൂഡ്. നമ്മളിപ്പം ഡിപ്രഷനിൽ ലോ മൂഡ്, ലോ എനർജി ലെവൽസ്, ലോ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടു. ഇവിടെ നേരെ തിരിച്ച് എലേറ്റഡ് മൂഡ്, ഭയങ്കര സന്തോഷം. ഇപ്പൊ ചിലരാണെങ്കിൽ അങ്ങ് ആ മേനിയുടെ അവസ്ഥയിൽ ഭയങ്കര സന്തോഷവും ഭയങ്കര ദേഷ്യവും അങ്ങ് ഭയങ്കര ചിരിയും അട്ടഹാസവും, പിന്നെ ഇൻക്രീസ് സ്പീച്ച്, അങ്ങ് ഒരുപാട് സംസാരിക്കുന്നു, ഭയങ്കര എനർജി ലെവൽസ്, ഒരുപാട് അങ്ങ് ശക്തി. മറ്റവരാണെങ്കിൽ ലോ എനർജി ആണെങ്കിൽ ഇതങ്ങ് ഭയങ്കര എനർജിയാ. എത്ര ആൾക്കാർ, 5-6 ആൾക്കാരെ പിടിച്ചാലും നിൽക്കാത്ത രീതിയിൽ ഭയങ്കര എനർജി ആയിട്ട്. അപ്പൊ നമ്മൾ കാണുമ്പോൾ പെട്ടെന്ന് ഡീമോൺ പൊസസ്ഡ് ആണെന്നൊക്കെ തോന്നും. പക്ഷെ മേനിക് എപ്പിസോഡ്സിൽ അവരുടെ അവസ്ഥ അങ്ങനെയാണ്. അത് അതിന്റെ മെഡിസിൻസ് കൊടുത്തതങ്ങ് ശാന്തമാവുന്നതേ ഉള്ളൂ. അത് ഡീമോൺ പൊസഷൻ ഒന്നും ആയിരിക്കണമെന്നില്ല എന്നുള്ള കാര്യം നമ്മൾ മനസ്സിലാക്കണം. പിന്നെ ഗ്രാൻഡ്യൂസിറ്റി, ഭയങ്കര ഗ്രാൻഡ്, ഞാൻ വലിയ ആളാണ്, ഞാൻ ചിലര് ദേവന ദേവിയ, വലിയ ദൈവന്നൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ദൂതന മലാഖയ എന്നൊക്കെ പറയും. ഫ്ലൈറ്റ് ഓഫ് ഐഡിയാസ്, ഒരുപാട് അങ്ങ് സംസാരിക്കുന്നു, ഒന്നും അന്തവും ബന്ധവും ഇല്ലാതെ അങ്ങ് കണക്ട് ചെയ്ത് അങ്ങ് പല പല കാര്യങ്ങളങ്ങ് പറയുന്ന ഒരു അവസ്ഥ. ഇറിറ്റബിലിറ്റി, ഭയങ്കര ദേഷ്യമായിരിക്കും ആ സമയത്ത്. ട്രീറ്റ്മെന്റിൽ നമ്മൾ മൂഡ് സ്റ്റെബിലൈസേഴ്സ്, ലിഥിയം വാൽപ്രേറ്റ് തുടങ്ങിയ മൂഡ് സ്റ്റെബിലൈസേഴ്സ് ഉണ്ട്. ആന്റിസൈക്കോട്ടിക്സ്, ബെൻസോഡൈസപ്പിൻസ് അങ്ങനെയൊക്കെ യൂസ് ചെയ്യും. നമ്മള് ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡറിലെ അവർ മേനിക് സ്റ്റേറ്റിന്റെ കാര്യം കണ്ടു. പിന്നെ ഡിപ്രഷന്റെ കാര്യങ്ങൾ നമ്മൾ കണ്ടായിരുന്നു. മേനിയയുടെ ഫീച്ചേഴ്സ് ഒന്നും ഇതുവരെ ഇല്ലാതിരുന്ന ഡിപ്രഷൻ വരാം, അല്ലാതെ മേനിയും ഡിപ്രഷനും മാറി മാറി വരുന്ന തരത്തിലുള്ള ബൈപോളാർ അഫക്റ്റീവ് ഡിസോർഡർ ഉണ്ട്. ഡിപ്രഷൻ ഒന്നും വന്നിട്ടില്ലെങ്കിൽ തന്നെ മേനിയയുടെ എപ്പിസോഡ് ഒന്നിൽ കൂടുതൽ വരുവാണെങ്കിൽ തന്നെ നമ്മൾ ബൈപോളാർ എന്ന് പറയുന്നത് വെച്ചാൽ പൊട്ടൻഷ്യലി ഏത് സമയത്ത് വേണമെങ്കിലും ഡിപ്രസീവ് എപ്പിസോഡും വന്നുകൂടായില്ലാതെ എന്നുള്ളതുകൊണ്ട്. ഇനിയിപ്പോ സൈക്കോസിസ് എന്ന് പറഞ്ഞൊരു കാറ്റഗറിയാണ്. മൂഡ് ഡിസോർഡേഴ്സ് നമ്മൾ കണ്ടു. സൈക്കോസിസ് നമ്മൾ ഓൾറെഡി കണ്ടു. ഡെലൂഷനും ഹാലുസിനേഷനും ഒക്കെയാണ് അതിന്റെ മെയിൻ സിംറ്റംസ് എന്നുള്ള കാര്യം. അതിന്റെ ഡെഫിനിഷൻ ഒക്കെ നമ്മൾ കണ്ടായിരുന്നു. ഇപ്പം ആ ഡെലൂഷനും ഹാലുസിനേഷനും മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ആയിട്ട് വരുന്ന ആ ഒരു സിംറ്റം ക്ലസ്റ്ററിനാണ് നമ്മൾ സൈക്കോസിസ് എന്ന് പറയുന്നത്. ഔട്ട് ഓഫ് ടച്ച് വിത്ത് റിയാലിറ്റി, അതായത് യഥാർത്ഥ ലോകത്തിൽ നിന്ന് ടച്ച് അങ്ങ് മാറി വേറൊരു ലോകത്തായിരിക്കും അവരുണ്ടായിരിക്കും. ഈ അടുത്തും ഒരു ഹസ്ബൻഡിനെയും കൊണ്ട് വൈഫ് വരുമ്പം ഞാനിങ്ങനെ ഈ സൈക്കോസിസ് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുമ്പം അവര് പറഞ്ഞ ശരിയാ സാറേ, ഇദ്ദേഹം വേറൊരു ലോകത്തിരിക്കുന്നവണൊക്കെ. എന്നുവെച്ചാല് ഇവിടെ ഇരിക്കുന്നേ, പക്ഷെ ആള് വേറെ ഏതോ ലോകത്തിരിക്കുന്നവണൊക്കെ പല കാര്യങ്ങളെ പെറുപിറുക്കുന്നു, ചിരിക്കുന്നു, സംസാരിക്കുന്നു, നമ്മളോടൊന്നും ഇന്ററാക്ഷൻ ഇല്ല. അപ്പൊ ആ ഒരു ടിപ്പിക്കൽ സൈക്കോസിന്റെ ആ ഒരു അവസ്ഥയാണ്. അപ്പൊ പൂർ ഇൻസൈറ്റ്, അവർക്ക് തന്നെ അവർക്ക് രോഗാവസ്ഥ ഉണ്ടെന്നുള്ള കാര്യത്തെ കുറിച്ച് അവർക്ക് അറിയത്തില്ല. അവരുടെ വിചാരം മറ്റുള്ളവർക്ക് കുഴപ്പം, എനിക്കൊരു കുഴപ്പമില്ല, നിങ്ങൾ എന്നെ എന്തതിനെ ഇവിടെ കൊണ്ടുവന്നേ എന്ന് ചോദിക്കുന്ന അവസ്ഥ. പക്ഷെ ഡിപ്രഷൻ അവസ്ഥയിലെ പലരും ദേ വുഡ് ബി എ ക്രൈ ഫോർ ഹെൽപ്പ്. അവർക്ക് എങ്ങനെയെങ്കിലും ഒരു ഹെൽപ്പ് വേണം, എനിക്ക് എങ്ങനെയെങ്കിലും ഒരു കൗൺസിലിന്റെ അടുത്തേക്ക് പോകണമെന്നായിരിക്കും സാധാരണ ഡിപ്രസ് പീപ്പിൾ പറയുന്നത്. എന്നാൽ സൈക്കോട്ടിക് പീപ്പിൾ എനിക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് കുഴപ്പം, നിങ്ങളെ കൊണ്ടുപോകട്ടെ എന്ന് പറയുന്ന അവസ്ഥയായിരിക്കും. അതതിന്റെ ഒരു കോൺട്രാസ്റ്റ്. ചില വേരിയബിലിറ്റി കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഈ സൈക്കോസിസ് തന്നെ. ചിലപ്പോൾ അവർക്ക് അതിന് അക്കമ്പനീഡ് ആയിട്ടുള്ള ചില സിംറ്റംസ് കാരണം അവർക്കൊരു ഹെൽപ്പ് വേണമെന്ന് തോന്നുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. അവർക്ക് കുറവ് കാരണവും വല്ലാതെ ടെൻഷനൊക്കെ കാരണമൊക്കെ സൈക്കോസിസ് ഉള്ളവര് ട്രീറ്റ്മെന്റ് എടുക്കാൻ വില്ലിങ് ആവുന്നവരും ഉണ്ട്. എന്നാൽ പലർക്കും വില്ലിങ് ആവത്തില്ല എന്നുള്ളതാണ് അങ്ങനെയുള്ളവരെ ചികിത്സിക്കാൻ ഭയങ്കര ഒരു വെല്ലുവിളിയായിട്ട് വരുന്നത്. അപ്പം പേഷ്യൻസ് വില്ലിങ് അല്ലെങ്കിലും പലരും വിളിച്ച് ചോദിക്കുമ്പോൾ ഡോക്ടർ പേഷ്യന്റ് വില്ലിങ് അല്ല, ഞങ്ങൾ എന്താ ചെയ്യണം? ഞാൻ പറയും, നിങ്ങൾ ആദ്യം വന്ന കാര്യങ്ങളൊക്കെ ഒന്ന് പറ, അപ്പൊ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ഇനി എന്താ യഥാർത്ഥ ഡയഗ്നോസിസ്, എന്താ ഇനി പ്രാക്ടിക്കലായിട്ട് ചെയ്യാനൊക്കെ ഒന്ന് അഡ്മിറ്റ് ചെയ്യേണ്ടതുണ്ടോ, അഡ്മിറ്റ് ചെയ്യാതെ തന്നെ നമുക്ക് ഏതെങ്കിലും രീതിയിൽ നമുക്ക് പേഷ്യന്റിനെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പം ഇനി പേഷ്യന്റ് അഥവാ വില്ലിങ് അല്ലെങ്കിലും കെയർ ഗീവേഴ്സ് എങ്കിലും ചെന്ന് ഡോക്ടറോട് ഒരു അപ്പോയിന്റ്മെന്റ് എടുത്ത് കാര്യങ്ങൾ പറഞ്ഞ് പ്രാക്ടിക്കൽ ആയിട്ടുള്ള നെക്സ്റ്റ് സ്റ്റെപ്പിലോട്ട് എന്ത് ചെയ്യാം എന്നുള്ള കാര്യം നമ്മള് അത് ഡിസ്കസ് ചെയ്ത് മുമ്പോട്ട് പോകണം. അല്ലെങ്കിൽ ചിലപ്പോൾ കാര്യങ്ങൾ കൂടുതൽ കൈവിട്ടു പോകുന്ന തരത്തിലോട്ട് പോകാം എന്നുള്ളതാണ്. ആ സൈക്കോട്ടിക് സിംറ്റംസ്, സൈക്കോസിന്റെ മെയിൻ ആയിട്ടുള്ള സിംറ്റംസ് ഡെലൂഷനും ഹാലുസിനേഷനും. നമ്മളത് ഓൾറെഡി കണ്ടു. ഡെലൂഷൻ, ഫോൾസ് ഫിക്സഡ് ബിലീഫ്. ഹാലുസിനേഷൻ എന്ന് പറയുമ്പോൾ ഇല്ലാത്ത കാര്യങ്ങൾ കേൾക്കുന്നു, കാണുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ. അതിന്റെ കൂടെ തന്നെ പറയാവുന്ന തേർഡ് ആൻഡ് ഫോർത്ത് സിംറ്റംസ് ആണ് ഡിസോർഗനൈസ്ഡ് തിങ്കിങ് ഓർ സ്പീച്ച്. അവരുടെ തിങ്കിങ് ഡിസോർഗനൈസ്ഡ് ആകുമ്പോൾ സ്പീച്ചിലും അങ്ങ് ഡിസോർഗനൈസ്ഡ്, ഒരു അന്തവും ബന്ധമില്ലാത്ത കാര്യങ്ങളൊക്കെ ആയിരിക്കും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഗ്രോസ്ലി ഡിസോർഗനൈസ്ഡ് അബ്നോർമൽ മോട്ടോർ ബിഹേവിയർ ഇൻക്ലൂഡിങ് കാറ്ററ്റോണിയ. അബ്നോർമൽ ആയിട്ടുള്ള ചില മോട്ടോർ ബിഹേവിയർ, അവരുടെ മൂവ്മെന്റിലൊക്കെ അങ്ങ് വല്ലാതെ ഡിസോർഗനൈസ്ഡ് ആയിട്ടുള്ള ബിഹേവിയർ. ചിലപ്പം
ഡിസോർഗനൈസ് ബിഹേവിയർ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ അഴുക്ക് വസ്തുക്കളൊക്കെ ചെന്ന് ഭക്ഷിക്കാൻ നോക്കുന്നു, ഓടയിൽ നിന്ന് വെള്ളം കുടിക്കാൻ നോക്കുന്നു, അങ്ങനെയൊക്കെയുള്ള ഡിസോർഗനൈസ് ബിഹേവിയറിലോട്ട് പോകുന്ന ഒരവസ്ഥ. പിന്നെ അബ്നോർമൽ മോട്ടോ ബിഹേവിയർ ഇൻക്ലൂഡിങ് കാറ്ററ്റോണിയ എന്ന് പറയുമ്പോൾ മുമ്പേ നമ്മൾ സ്റ്റൂപ്പർ എന്നുള്ള ഒരു വാക്ക് കണ്ടു. സ്റ്റൂപ്പർ എന്നുള്ളത് കാറ്ററ്റോണിയയുടെ ഒരു ഫീച്ചർ. കാറ്ററ്റോണിയ എന്ന് പറയുമ്പോൾ അവരുടെ ആ ഒരു റിയാക്ടിവിറ്റിയുടെ ലെവൽ അങ്ങ് വല്ലാതെ അങ്ങ് കുറഞ്ഞു പോയി, അവരങ്ങ് പ്രതിമ മാതിരി അങ്ങ് ഇരിക്കുന്ന ഒരു അവസ്ഥ. അതിന്റെ ഒരു സ്റ്റേജാണ്, ഒരു ലക്ഷണമാണ് സ്റ്റൂപ്പർ, മ്യൂട്ടിസം, വാക്സി ഫ്ലെക്സിബിലിറ്റി, ഒരു പ്രതിമ മാതിരി ഇരിക്കുന്ന ഒരു അവസ്ഥയിലോട്ട് അങ്ങ് പോകുന്ന ഒരവസ്ഥ. അത് എക്സ്ട്രീം ആയിട്ടുള്ള ഡിപ്രഷനിലും എക്സ്ട്രീം ആയിട്ടുള്ള സൈക്കോസിസിലും ഒക്കെ ഈ കാറ്ററ്റോണിയയിലോട്ട് പോകാം എന്നുള്ളതാണ്. പലപ്പോഴും ഇന്ന് പണ്ട് വർഷങ്ങളിലെക്കാട്ടിലും ഇന്ന് കാറ്ററ്റോണിയ കുറഞ്ഞിരിക്കുന്നതിന് കാരണം മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൂടുതൽ പെട്ടെന്ന് മെഡിക്കൽ ഹെൽപ്പിലേക്ക് ആൾക്കാർ വരുന്നതുകൊണ്ടാണ്. പക്ഷെ അങ്ങ് അൺട്രീറ്റഡ് ആയിട്ട് പോകുന്ന കേസസ് ഒക്കെയാണ് പലപ്പോഴും ഈ കാറ്ററ്റോണിയയിലോട്ടൊക്കെയാണ് പോകുന്നത്. അങ്ങ് വല്ലാതെ അങ്ങ് പ്രതിമ മാതിരി ഇരിക്കുന്ന ഒരവസ്ഥയിലോട്ടങ്ങ് വരുന്ന ഒരു കാര്യം. എന്നാൽ അതിൻ്റെതായ മെഡിസിൻസും കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ആള് പെട്ടെന്ന് ആക്റ്റീവ് ആവുന്ന കാര്യമൊക്കെ നമ്മൾ കാണാറുണ്ട്. പിന്നെ നമ്മൾ ഈ സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് ഇപ്പൊ നമ്മൾ കണ്ടു. ഈ സൈക്കോസിന്റെ ക്രോണിക് ഫോമിനാണ് നമ്മൾ സ്കിസോഫ്രീനിയ എന്ന് പറയുന്നത്. ക്രോണിക് ഫോം എന്ന് പറഞ്ഞാൽ ഈവൻ നമ്മളുടെ WHO ക്ലാസിഫിക്കേഷൻ ICD-10 ICD-11 ക്ലാസിഫിക്കേഷൻ ഒക്കെ അനുസരിച്ച് മോർ ദാൻ 1 month ഡെലൂഷൻ ഹാലുസിനേഷൻസ് ഒക്കെ ഉണ്ടെങ്കിലും സ്കിസോഫ്രീനിയ എന്ന് വിളിക്കാവുന്നതാണ്. DSM എന്ന് പറയുന്ന അമേരിക്കൻ സൈക്കാട്രിക് അസോസിയേഷന്റെ ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് മോർ ദാൻ 6 months ആണെങ്കിൽ സ്കിസോഫ്രീനിയ എന്ന് വിളിക്കുന്നത്. അപ്പൊ സ്കിസോഫ്രീനിയ എന്നുള്ള വാക്ക് കുറച്ചൊരു സ്റ്റിഗ്മറ്റൈസിങ് ടേം ആണെങ്കിലും എല്ലാ സ്കിസോഫ്രീനിയയും ഒരേപോലെ ബാഡ് പ്രോഗ്നോസിസ് നമ്മൾ പറയേണ്ട കാര്യമില്ല. സ്കിസോഫ്രീനിയ ചില ഡെലൂഷൻ ഹാലുസിനേഷൻ സൈക്കോസിസ് പ്രോപ്പറായിട്ട് അങ്ങ് ട്രീറ്റ് ചെയ്ത സ്കിസോഫ്രീനിയ നന്നായിട്ട് റെസ്പോണ്ട് ചെയ്യുന്ന ആ ഒരു സിംറ്റംസ് ഉള്ള ആൾക്കാർ ഒത്തിരി പേര് നമ്മൾ കാണാറുണ്ട്. പക്ഷെ വളരെ കുറച്ചൊരു ചെറിയൊരു കാറ്റഗറി ആയിരിക്കും സാധാരണ പോലെ ട്രീറ്റ്മെന്റ് അതുപോലെ അങ്ങ് റെസ്പോണ്ട് ചെയ്യാതെ മരുന്നുകളെല്ലാം പിന്നെയും കുറച്ചുകൂടെ മാറ്റവും കൂട്ടും ഒക്കെ ചെയ്ത് ഏതെങ്കിലും ഒരു ലെവലിൽ അവരെ നമുക്ക് തീർച്ചയായിട്ടും അവർക്ക് അവരുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ ഒക്കും. എന്നാൽ പൂർണ്ണമായിട്ട് അവരങ്ങനെ നോർമൽ അവസ്ഥയിലേക്ക് വരാത്ത രീതിയിലേക്ക് ഒരു ഡ്രഗ് റെസിസ്റ്റന്റ് ആയിട്ടുള്ള ചില കുറച്ച് പേരെയൊക്കെ നമ്മൾ സമൂഹത്തിൽ കാണാറുണ്ട്. ട്രീറ്റ്മെന്റ് എടുത്തിട്ടും വേണ്ടവണ്ണം അങ്ങ് കൺട്രോൾ ആവാത്ത രീതിയിൽ. എന്നാൽ ട്രീറ്റ്മെന്റ് എടുക്കാത്തതിനെക്കാട്ടിലും ഫാർ ബെറ്റർ ആയിട്ട് അവരെ നമുക്ക് കീപ്പ് ചെയ്യാൻ പറ്റും ദിവസമായിച്ച്. അത് ആ ഒരു സ്കിസോഫ്രീനിയയുടെ അവസ്ഥ. സ്കിസോഫ്രീനിയ ഇസ് എ ക്രോണിക് സൈക്കോട്ടിക് ഡിസോർഡർ ഇൻ വിച്ച് പീപ്പിൾ ഇന്റർപ്രറ്റ് റിയാലിറ്റി അബ്നോർമലി. സ്കിസോഫ്രീനിയക്ക് തന്നെ പോസിറ്റീവ് സിംപ്റ്റംസ്, നെഗറ്റീവ് സിംപ്റ്റംസ്, കോഗ്നിറ്റീവ് സിംപ്റ്റംസ്, അഗ്രസീവ് സിംപ്റ്റംസ് എന്നൊക്കെ നമുക്ക് പറയാനൊക്കും. അതിൽ പോസിറ്റീവ് സിംപ്റ്റംസ് നമ്മൾ മുമ്പ് പറഞ്ഞ ഡെലൂഷൻ ഹാലുസിനേഷൻ. പിന്നെ ബിസാർ സിംപ്റ്റംസ് പറഞ്ഞാൽ പോസിബിൾ അല്ലാത്ത ചില കാര്യങ്ങൾ. ചിലർ പറയുവാണ് ഏലിയൻസ്, അതായത് എന്തോ അന്യഗ്രഹ ജീവികൾ എന്റെ വയറ്റിനകത്തുണ്ടെന്ന് ഒരാൾ പറയുവാണെങ്കിൽ, അല്ലെങ്കിൽ എന്റെ തലയ്ക്കകത്തുണ്ടെന്ന് പറയുവാണെങ്കിൽ അത് ഹ്യൂമൻലി ലോജിക്കലി പോസിബിൾ അല്ലാത്ത കാര്യങ്ങളല്ലേ. അതാണ് ബിസാർ സിംപ്റ്റംസ് എന്ന് പറയുന്നത്. ലൂസനിങ് ഓഫ് അസോസിയേഷൻ, അതായത് അന്തവും ബന്ധവും ഇല്ലാത്ത രീതിയിലുള്ള അരി എത്താന്ന് കഴിയുമ്പോൾ പയറഞ്ഞഴി എന്ന് പറയുന്ന രീതിയിലുള്ള ലൂസനിങ് ഓഫ് അസോസിയേഷൻ, ഇല്ലോജിക്കൽ തിങ്കിങ്, ഒരു ലോജിക്ക് ഇല്ലാത്തുള്ള തിങ്കിങ്, അതൊക്കെയാ പോസിറ്റീവ് സിംപ്റ്റംസ്. സാധാരണ മനുഷ്യർക്ക് ഇല്ലാത്ത കാര്യങ്ങൾ ഇവർക്കുള്ളതിനാണ് പോസിറ്റീവ് സിംപ്റ്റംസ് പറയുന്നത്. സാധാരണ മനുഷ്യർക്ക് ഉള്ള കാര്യങ്ങൾ ഇവർക്ക് ഇല്ലാത്തതിനാണ് നെഗറ്റീവ് സിംപ്റ്റംസ് പറയുന്നത്. നെഗറ്റീവ് സിംപ്റ്റംസ് പറഞ്ഞാൽ പ്രീ ഓക്യുപ്പേഷൻ. സാധാരണ അറ്റൻഷൻ കോൺസെൻട്രേഷൻ ഒക്കെ ഉണ്ടെങ്കിൽ ഇവർക്ക് അതില്ലാതിരിക്കുന്ന ഒരു അവസ്ഥയാണ് പ്രീ ഓക്യുപ്പേഷൻ. ലാക്ക് ഓഫ് ഇനിഷ്യേറ്റീവ് ഇൻട്രസ്റ്റ്. സാധാരണ എല്ലാവർക്കും ഇനിഷ്യേറ്റീവ് ഇൻട്രസ്റ്റ് ഒക്കെ ഉള്ളപ്പോൾ ഇവർക്ക് ഇല്ലാതിരിക്കുന്ന അവസ്ഥയ്ക്ക് നെഗറ്റീവ് സിംപ്റ്റംസ് എന്ന് പറയുന്നത്. ഗ്രോസ്ലി പുവർ പേഴ്സണൽ കെയർ സാധാരണ എല്ലാവർക്കും ഉള്ളതാണ്. എന്നാൽ അത് ഇല്ലാത്ത ഒരു ഡെഫിസിറ്റിന്റെ അവസ്ഥയ്ക്ക് നെഗറ്റീവ് സിംപ്റ്റംസിന്റെ കാറ്റഗറി വരുന്നത്. ബ്ലണ്ടഡ് അഫക്റ്റ്, ആ ഒരു മുഖത്ത് ഇങ്ങനെ പ്രതിമ മാതിരി നിർവികാരമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ, ഒരു പ്രതിമ മാതിരി മാസ്ക് ലൈക്ക് ഫേഷ്യസ് എന്നൊക്കെ നമുക്ക് വേറൊരു തരത്തിൽ പറയാം. പിന്നെ ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ, നമ്മളിപ്പം മൂഡ് ഡിസോർഡേഴ്സ് കണ്ടു. സൈക്കോട്ടിക് സ്പെക്ട്രത്തില് അക്യൂട്ട് സൈക്കോസിസ് ഉണ്ട്. അതായത് 1 മാസത്തിൽ കുറവുള്ള സൈക്കോട്ടിക് സിംപ്റ്റംസ് ഉള്ളതിന് അക്യൂട്ട് സൈക്കോസിസ് എന്ന് പറയുന്നത്. 1 മാസത്തിൽ കൂടുതലുള്ളതൊക്കെയാണ് സ്കിസോഫ്രീനിയ, ലെസ് ദാൻ 1 year സൈക്കോസിസ്, NOS എന്നുള്ള കാറ്റഗറിയിലൊക്കെ വരുന്നത്. പിന്നെ ഒരു കാറ്റഗറി ആങ്സൈറ്റി ഡിസോർഡേഴ്സിൽ ഒരു കാറ്റഗറിയാണ് ഒബ്സസീവ് കമ്പൽസീവ് ഡിസോർഡർ എന്ന് പറയുന്നത്. അപ്പൊ അവിടെ ഒബ്സഷൻ എന്നുള്ള വാക്കുണ്ട്, കമ്പൽഷൻ എന്നുള്ള വാക്കുണ്ട്. ഒബ്സഷൻ എന്ന് പറഞ്ഞാൽ റിക്കറന്റ് തോട്ട്സ് ഒക്കറിങ് അഗൈൻസ്റ്റ് വിൽ, recurrent, irrational,
ഈഗോ ഡിസ്റ്റോണിക് ഇൻട്രൂസീവ് തോട്ട്സ് ഇമേജസ് ഇമ്പൾസസ് എന്നൊക്കെ എന്റെ ഒരു ഫുൾ ഡെഫിനിഷൻ. സിമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ റെക്കറന്റ് തോട്ട്സ് ഒക്കറിംഗ് അഗെയിൻസ്റ്റ് നമുക്ക് തന്നെ ഇഷ്ടമല്ല എന്ന ഒരേ ചിന്തകൾ തന്നെ വരുന്നത്. ടിപ്പിക്കൽ എക്സാമ്പിൾ OCD എന്ന് നമ്മൾ പറയുമ്പോൾ തന്നെ മിക്കവർക്കും അറിയാം, വീണ്ടും വീണ്ടും കൈ കഴുകിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ. എന്നുവെച്ചാൽ അവസ്ഥ മാത്രമല്ല OCD, പല തരത്തിലുള്ള OCD ഉണ്ട്. എന്നാൽ ടിപ്പിക്കലായിട്ട് കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന OCD എന്ന് പറഞ്ഞാൽ എന്താ, എത്ര കൈ കഴുകിയാലും മതി വരത്തില്ല, എത്ര കുളിക്കുമ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ച് ടാങ്ക് മൊത്തം തീർത്താലും അവർക്ക് മതി വരത്തില്ല, അല്ലെങ്കിൽ എത്ര സോപ്പ് എടുത്ത് കൈ കഴുകിയാലും മതി വരത്തില്ല. അപ്പം ആ ഒബ്സഷൻ ഓഫ് കണ്ടാമിനേഷൻ എന്ന് പറയും. കൈ വൃത്തിയാതെ അവർക്ക് തന്നെ അറിയാം, എങ്കിലും കൈ വൃത്തിയല്ല എന്നുള്ളൊരു ചിന്ത വരുന്നു. അപ്പൊ അങ്ങനെ ഒരു റെക്കറന്റ് ആയിട്ടുള്ള ഇറാഷണൽ തോട്ടിനാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. അവർക്ക് തന്നെ അതിന്റെ ഇറാഷണാലിറ്റി അവർക്ക് അറിയാം, യുക്തിയില്ലാത്ത ചിന്തയാണെന്ന് അവർക്ക് തന്നെ അറിയാം, എങ്കിലും ആ തോട്ട് വരുന്നത് കൊണ്ട് അവർ വീണ്ടും വീണ്ടും കൈ കഴുകുന്നു. അപ്പൊ ആ ചിന്ത വരുന്നതിനാണ് ഒബ്സഷൻ എന്ന് പറയുന്നത്. വീണ്ടും വീണ്ടും റെപ്പറ്റേറ്റീവ് ആയിട്ട് കഴുകുന്നതിനാണ്, റെപ്പറ്റേറ്റീവ് ആക്ഷൻ ആണ് കമ്പൽഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മള് കമ്പൽഷൻ എന്ന് പറയുമ്പോൾ സ്ട്രോങ് ഏഴ്സ് ടു ഡു സംതിങ്, വീണ്ടും വീണ്ടും ചെയ്യാനുള്ള. ഇറ്റ് ക്യാൻ ബി ഈ ഒബ്സസീവ് കമ്പൽസീവ് സിംറ്റംസ് ഡിപ്രഷന്റെ ഭാഗമായിട്ടും വരാം. അങ്ങനെയുള്ളവർക്ക് നമ്മൾ ആ ഒരു അപ്രോപ്രിയേറ്റ് ഹെൽപ്പിന് നമ്മൾ അവരെ റെഫർ ചെയ്യുക എന്നുള്ളതാണ്. ചില SSRI ഗ്രൂപ്പിലുള്ള മെഡിസിൻസ് ഒക്കെ വളരെ ഹെൽപ്പ് ചെയ്യും. പിന്നെ അതിന്റെ കൂടെ തന്നെ ചില കൗൺസിലിംഗ് കാര്യങ്ങളും ഉണ്ട് OCDക്ക്. എന്നാൽ നമ്മൾ മെഡിസിൻസിന്റെ ഹെൽപ്പ് അവർക്ക് തീർച്ചയായിട്ടും കാര്യങ്ങൾ പെട്ടെന്ന് ഇമ്പ്രൂവ് ചെയ്യാൻ സഹായിക്കും. റെഫർ പീപ്പിൾ ഫോർ അപ്രോപ്രിയേറ്റ് ഹെൽപ്പ്, കോമ്പിനേഷൻ ഓഫ് കൗൺസിലിംഗ് ആൻഡ് മെഡിക്കൽ ട്രീറ്റ്മെന്റ് വുഡ് ഗിവ് ബെസ്റ്റ് റിസൾട്ട്സ്. ഇതാണ് ലാസ്റ്റ് സ്ലൈഡ്. ഇത് ലാസ്റ്റ് സ്ലൈഡ് ഒരു പ്രയർ, സെരീനിറ്റി പ്രയർ എന്ന ഒരു വിഷയം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. സെരീനിറ്റി പ്രയർ എന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് ഒരു റേനോൾ നീബോ എന്ന് പറയുന്ന ഒരു ദൈവമനുഷ്യൻ പ്രാർത്ഥിച്ചൊരു പ്രാർത്ഥന നമ്മള് കൗൺസിലേഴ്സിന് നമ്മൾ ഓർത്തിരിക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥന ഞങ്ങൾ അവിടെ CFCയില് ഞങ്ങൾക്ക് ഈ DPM MD ഒക്കെ പാസ്സായി പോകുമ്പോൾ അവിടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് മൊമെന്റോ ആയിട്ട് തരുന്നതിൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഫോട്ടോയും അതിന്റെ കൂടെ ഈ ഒരു പ്രയറും കൂടി ചേർത്താണ് ഞങ്ങൾക്ക് മൊമെന്റോ ആയിട്ട് തരുന്നത്. അപ്പൊ ഗോഡ് ഗ്രാൻഡ് മീ ദ സെറീനിറ്റി ടു അക്സെപ്റ്റ് ദ തിങ്സ് ഐ കനോട്ട് ചേഞ്ച്. സെറീനിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ശാന്തത. ചില കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളെല്ലാം ഞാനങ്ങ് ചേഞ്ച് ചെയ്ത് കളയാൻ നമ്മൾ ചിന്തിച്ച അത് പോഷത്തിലാണ്. ചില കാര്യങ്ങൾ ഇപ്പം ഒരാളുടെ മരണം ഉണ്ടായി, നമുക്ക് ആളെ തിരിച്ചു കൊണ്ടുവരാൻ ഒക്കത്തില്ല. അക്സെപ്റ്റ് ദ തിങ്സ് ഐ കനോട്ട് ചേഞ്ച്, കറേജ് ടു ചേഞ്ച് ദ തിങ്സ് ഐ ക്യാൻ. എന്നാൽ ചില കാര്യങ്ങൾ നമുക്ക് ചേഞ്ച് ചെയ്യാനൊക്കും. ചില കാര്യങ്ങളിലുള്ള ചില ഡെപ്സിറ്റും കാര്യങ്ങളൊക്കെ ചില ട്രെയിനിങ്ങും ചില കൗൺസിലിങ്ങും കൊടുത്ത് ചേഞ്ച് ചെയ്യാനൊക്കും. ആൻഡ് വിസ്ഡം ടു നോ ദ ഡിഫറൻസ്, ഏതാ ചേഞ്ച് ചെയ്യാൻ പറ്റുന്നത്, ഏതാ ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ എന്നുള്ള അത് അറിയാനുള്ള ഒരു ദൈവത്തിൽ നിന്നുള്ള ഒരു ജ്ഞാനവും ദൈവമേ എനിക്ക് തരണമേ എന്നുള്ളൊരു പ്രാർത്ഥനയാണ്. ഇത് എന്റെ ഡീറ്റെയിൽസ് ഗൂഗിളിൽ തന്നെ ഡോക്ടർ സന്ദീപ് കരുനാഗപ്പള്ളി നിന്ന് സെർച്ച് ചെയ്താൽ തന്നെ എന്റെ ഫോൺ നമ്പർ ഉൾപ്പെടെയുള്ള യൂട്യൂബ് ചാനലിലും ബാക്കിയുള്ള ഉൾപ്പെടെയുള്ള ഡീറ്റെയിൽസും എല്ലാ കാര്യങ്ങളൊക്കെ ഉണ്ട്. വേറെ ഏതെങ്കിലും നിങ്ങൾക്ക് ഡൗട്ട്സ് ആയിട്ട് എന്തെങ്കിലും ചോദിക്കാനോ ഒക്കെ ഉണ്ടെങ്കിൽ, ഏതെങ്കിലും കാര്യങ്ങൾ ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക. പിന്നെ ഈ ഒരു സൈക്കാട്രിയുടെ സിംറ്റംസ് എല്ലാം കൂടെ പറയുന്ന 1-2 വീഡിയോസ് എല്ലാം ഞാൻ ആ യൂട്യൂബ് ചാനലിൽ അതിന്റെ ലിങ്ക് ഞാൻ ഇപ്പൊ തന്നെ ജോൺസൺ സാറിന് അങ്ങ് ഇട്ടേക്കാം. അപ്പൊ അത് സാർ ഗ്രൂപ്പിലോട്ട് ഷെയർ ചെയ്താൽ മതി. അതിനകത്ത് മെന്റൽ ഹെൽത്ത് കൗൺസിലിംഗ് എന്ന് പറയുന്ന ആ ഒരു പോയിന്റില് സൈക്കാട്രിയുടെ കോമൺ സിംറ്റംസ് ഒക്കെ പറയുന്നത്, ഇത് ശരിക്കും പറഞ്ഞാൽ ഈ സുശീന്ദ്രൻ സാറിന്റെ ആ ഒരു നോട്ട്സ് ഞാൻ അങ്ങ് ഫോളോ ചെയ്ത് അങ്ങ് ഇതായി ചെയ്യുമായിരുന്നു. ഞാനായിട്ട് പ്രിപ്പയർ ചെയ്ത് ചില സൈക്കാട്രിയുടെ പൊതുവായിട്ടുള്ള സിംറ്റംസും അതിന്റെ സ്റ്റിഗ്മ മാറ്റുന്നതിനെ കുറിച്ചും ഒക്കെയുള്ള പറയുന്ന ചില കാര്യങ്ങളെല്ലാം കൂടെ പറയുന്ന ചില വീഡിയോസ് ഒക്കെ ഞാനിപ്പോ അത് ജോൺസൺ സാറിന് അതിന്റെ യൂട്യൂബ് പ്ലേലിസ്റ്റ് ലിങ്ക് അങ്ങ് അയച്ചേക്കാം. പിന്നെ ഒരു ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്ന് ഈ ഒരു മനസ്സിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന നമ്മള് ടാബർനാക്കിളിന്റെ ഒക്കെ ഒരു എക്സാമ്പിൾ എല്ലാം പറഞ്ഞ് അതും കോഗ്നിറ്റീവ് ട്രയാങ്കിളുമായിട്ടൊക്കെ കോറിലേറ്റ് ചെയ്തുകൊണ്ട് പറയുന്ന കുറച്ച് വീഡിയോസ്, അണ്ടർസ്റ്റാൻഡിങ് ദ മൈൻഡ് ഫ്രം എ ബിബ്ലിക്കൽ പെർസ്പെക്റ്റീവ് എന്നും പറഞ്ഞുകൊണ്ടുള്ള, അത് ബീഹാറിൽ ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞായിരുന്നു തോന്നുന്നു, ബീഹാറിലെ കുറച്ച് ബൈബിൾ കോളേജ് സ്റ്റുഡൻസിന് വേണ്ടി എടുത്തതാ. അതിന്റെ ലിങ്കും കൂടെ ഒക്കെ ഞാൻ സാറിന് ഫോർവേഡ് ചെയ്തേക്കാം. ഓക്കെ, നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കാം. ഡോക്ടർ സന്ദീപ് ഏറ്റവും നന്നായ രീതിയിൽ ഇന്ന് ക്ലാസ് എടുക്കാനായിട്ട് ദൈവം സഹായിച്ചുവല്ലോ. തീർച്ചയായിട്ടും പ്രാർത്ഥനയുടെ പിൻബലം ഡോക്ടർക്കുണ്ട്. ഡോക്ടറുടെ ചർച്ച് മിനിസ്ട്രിയിലായാലും ഡോക്ടർ ക്ലിനിക്കിലായാലും ഒക്കെ എല്ലായിടത്തും ദൈവത്തിൻ്റെതായിട്ടുള്ള പ്രവർത്തനം ഡോക്ടറോട് നടക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ ഡോക്ടറെ സംബന്ധിച്ച് ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ചില അനുഭവങ്ങളുള്ളത്. ഞാൻ എൻ്റെ ഒരു ചർച്ച് മെമ്പറിനെ ഡോക്ടറെ അടുത്ത് വിട്ടിരുന്നു. അവർ വളരെ ഹാപ്പി ആയിട്ട് നിൽക്കുന്നു.
വളരെ മാറ്റങ്ങൾ അവർക്കുണ്ട്. അത് ഡോക്ടറെ അടുത്ത് പറയുകയാണ് ഇത്തരണത്തില്. നമുക്ക് ചില ഡോക്ടേഴ്സിനെ നമ്മൾ കാണുമ്പോൾ ഡോക്ടറെ കൂട്ടി പറയല്ല, ഞാനിപ്പോ ചില ഡോക്ടറെ നമ്മൾ കാണുമ്പോൾ തന്നെ നമ്മുടെ അസുഖങ്ങൾ മുക്കാലും കുറയും. അങ്ങനെ എനിക്ക് അനുഭവമുണ്ട് ചില ഡോക്ടേഴ്സുമായിട്ട്. നമ്മൾ വലിയ ഭാരമുള്ള ഒരു മനസ്സുമായിട്ടായിരിക്കും ചിലപ്പോൾ ഡോക്ടർ മുമ്പിൽ ചെല്ലുന്നത്. പക്ഷേ ഡോക്ടറുടെ 1-2 വാക്കുകൾ കേൾക്കുമ്പോൾ തന്നെ നമുക്കൊരു മുക്കാൽ ഭാഗവും നമ്മുടെ അസുഖങ്ങൾ മാറിക്കഴിയും. ഡോക്ടർ സന്ദീപിനെ സംബന്ധിച്ചും എൻ്റെ അനുഭവത്തിൽ അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഞാൻ വീട്ടിലൊക്കെ ഭവനത്തിലൊക്കെ പോയിരുന്നു. വളരെ ആതിഥേയ മര്യാദയുള്ള ഒരു ഭവനമായിരുന്നു. അച്ഛനെയും അമ്മയും ഡോക്ടർ സിസ്റ്റർ അവസാനമാണ് കണ്ടത്. ഞാൻ കുഞ്ഞുങ്ങളെയൊക്കെ കാണുവാനായിട്ട് സാധിച്ചു. എന്തായാലും വളരെ അനുഗ്രഹമായിട്ട് തൻ്റെ ജീവിതം നയിക്കുന്നു. എനിക്ക് തോന്നുന്നത് ഈ തൻ്റെ ഡോക്ടർ എന്നുള്ള രീതിയിലല്ല കൂടുതലും സേവനം, മറിച്ച് ചർച്ച് മിനിസ്ട്രിയുമായിട്ടുള്ള ബന്ധത്തിൽ ധാരാളം ശുശ്രൂഷ ഇക്കാലങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അതായത് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥന തീർച്ചയായിട്ടും ഡോക്ടർ സന്ദീപിന് ഉണ്ടാവണമെന്നുള്ള ഞാൻ പ്രത്യേകം അഭ്യർത്ഥിക്കുകയാണ്. അങ്ങനെ തന്നെ ആകണം. എപ്പോഴും നമ്മുടെ ഒരു ഫാമിലി മെമ്പറായിട്ട് തന്നെ നമ്മൾ ഡോക്ടറെ കൂട്ടണം എന്നുള്ളത് പ്രത്യേകം ഞാൻ ഓർപ്പിക്കുന്നു. ക്ലാസുകൾ എടുത്തു തന്ന ഡോക്ടർ സന്ദീപിന് ഗ്രേസ് കൗൺസിലിംഗ് ഇന്ത്യയുടെ എല്ലാ ആശംസകളും പ്രാർത്ഥനകളും കൂടെ ഉണ്ടായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ ക്ലാസ് പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കാം. പാസ്റ്റർ തോമസ് TS ഇപ്പോഴും പ്രാർത്ഥിക്കുന്നതും ആശ്വാദം പറയുന്നതുമായിരിക്കും. ദൈവം അനുഗ്രഹിക്കട്ടെ. ഓവർ ടു പാസ്റ്റർ തോമസ് TS. ഹല്ലേലൂയ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. പ്രഭാതത്തിൽ നല്ല അനുഗ്രഹിക്കപ്പെട്ട ക്ലാസ് ദൈവം തന്റെ ദാസനായ ഡോക്ടർ സന്ദീപിൽ കൂടെ നമുക്ക് നൽകിയല്ലോ. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നമുക്ക് ദൈവസന്നിധിയിൽ പ്രിയ ദൈവദാസനോർത്ത് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. സ്നേഹവാനും നിത്യനുമായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ അനുഗ്രഹിക്കപ്പെട്ട നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഹല്ലേലൂയ. ഡോക്ടർ സന്ദീപിൽ കൂടെ ഞങ്ങൾക്ക് നല്ല ക്ലാസ് അവിടുന്ന് നൽകിയതിനായി നന്ദിയോടെ സ്തോത്രം. ബൈബിളിന്റെ പിൻബലത്തിൽ, തിരുവചനത്തിന്റെ പിൻബലത്തിൽ കർത്താവെ ഈ സൈക്കോളജി കൈകാര്യം ചെയ്യുന്ന ആ നല്ല ശുശ്രൂഷയ്ക്കായിട്ട് നന്ദിയോടെ സ്തോത്രം. ദൈവദാസനെ അങ്ങോട്ട് കൃപയാൽ നിറച്ച് അവിടുന്ന് ഉപയോഗിക്കുന്നതുകൊണ്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. കുടുംബമായ ദൈവം അനുഗ്രഹിക്കുകയും കർത്താവിന്റെ വേലയിൽ വർദ്ധിച്ചു വരുവാൻ തുടർന്നും സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്ന് ഈ ക്ലാസ്സിൽ പങ്കെടുത്ത എല്ലാ പ്രിയപ്പെട്ടവർക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. പേരായി എല്ലാവരെയും അനുഗ്രഹിക്കുകയും അവരായിരിക്കുന്ന മണ്ഡലങ്ങളിൽ പ്രയോജനപ്പെടുവാൻ ദൈവരെ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരക്ക് പിടിച്ച ജീവിതമാണ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഉള്ളത്. എന്നാൽ അതിനിടയിൽ ദൈവ സാന്നിധ്യം അനുഭവിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങുവാൻ ദൈവമേ അവിടുത്തെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ജോൺ സക്രിയ സാറിനായി നന്ദിയോടെ സ്തോത്രം. കുടുംബമായ ദൈവം ബഹുമാനിക്കുകയും അനുഗ്രഹിക്കുകയും ജയത്തോടെ നടത്തുകയും ചെയ്യുന്നോർത്ത് നന്ദിയോടെ സ്തോത്രം. GCIയുടെ എല്ലാ ഭാരവാഹികൾക്ക് വേണ്ടി നന്ദിയോടെ സ്തോത്രം. ജോൺസൺ സാറിന് വേണ്ടി നന്ദിയോടെ സ്തോത്രം. കുടുംബമായി എല്ലാവരെയും കർത്താവ് അനുഗ്രഹിക്കുകയും ദൈവമേ ആയിരിക്കുന്ന ആ സ്ഥാനത്ത് കർത്താവിന് വേണ്ടി ഏറ്റവും പ്രയോജനപ്പെടുവാൻ സഹായിക്കുകയും ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ഞങ്ങൾക്ക് മുന്നിലുള്ള ജീവിതം എത്രത്തോളം ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ഞങ്ങൾ കർത്താവിന്റെ വരവിനോട് വളരെ അടുത്തിരിക്കുന്നു എന്ന് ഞങ്ങൾ വ്യക്തമായിട്ട് തിരിച്ചറിയുന്നു. അതുകൊണ്ട് കർത്താവെ, ഞങ്ങൾക്ക് ലഭിക്കുന്ന അവസരങ്ങൾ കർത്താവിന്റെ കാര്യങ്ങളിൽ ഏറെ പ്രയോജനപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. പ്രഭാതത്തെ ക്ലാസ് അനുഗ്രഹിച്ചതിനായി ദൈവത്തെ സ്തുതിക്കുന്നു. തുടർന്നും അങ്ങയുടെ കരങ്ങളിൽ ഞങ്ങൾ എല്ലാവരെയും വഹിച്ചു കൊണ്ടേ GCIയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കായിട്ടും നന്ദിയോടെ സ്തോത്രം. തുടർന്നും കർത്താവിന്റെ കരങ്ങളിൽ കർത്താവ് GCI കൂടുതൽ ശക്തമായിട്ട് പ്രയോജനപ്പെടുവാൻ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ദീർഘമായാൽ വെള്ളിയാഴ്ച ഞങ്ങൾക്ക് തമ്മിൽ കാണുവാന്, കൂടുതൽ കാര്യങ്ങൾ ഗ്രഹിപ്പാന് ഒക്കെയും സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രഭാതത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. സൗലു ഞങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ചവനായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ ഏറ്റവും മിനിമായി സ്തോത്രത്തോടെ അപേക്ഷിക്കുന്നു. ആമേൻ, ആമേൻ, ആമേൻ. കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും സഹവാസവും കർത്താവ് ഇന്ന് ക്ലാസ് എടുത്ത ദൈവദാസോടും കുടുംബത്തോടും GCIയുടെ എല്ലാ പ്രവർത്തനങ്ങളോടും ഇത് പങ്കെടുത്ത എല്ലാ ദൈവമക്കളോടും കൂടെ എന്നേക്കും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ, ആമേൻ, ആമേൻ. താങ്ക് യു പാസ്റ്റർ TS തോമസ്. താങ്ക് യു ഡോക്ടർ സന്ദീപ്. താങ്ക് യു സർ. നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ.